ഒരു വട്ടം മറുപടി പറഞ്ഞു, 2 വട്ടം മറുപടി പറഞ്ഞു, 3 വട്ടം മറുപടി പറഞ്ഞു. അപ്പൊ മൂപ്പറ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതിങ്ങനെ കിട്ടണം. അതിന് ഈ വലിപ്പമുള്ള വേറെ സദസ്സുകൾ നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ട് എന്നുമല്ല. അന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഹബീബായ മുത്തുനബിയെ കുറിച്ച് നിഴലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല, ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരള ഉസ്താദ് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നെടുംതൂണാകുന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അതിന് സമ്മതവുമല്ല. ഇത് മനസ്സിലാകാൻ പറ്റുന്നിടത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കള്ളത്തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശാൻ അവനാണ് പറഞ്ഞത് ഞാൻ മുത്തുനബിയുടെ ഷാർ മുബാറക്കിന് ഈ അത്തറ് തേച്ചപ്പോൾ നിഴല് കണ്ടു എന്ന് പറഞ്ഞത് ആ കള്ളത്തൊരീക്കത്തുകാരനാണ്. അവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തേജോവധം ചെയ്യുന്നത്. എൻ്റെ പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദിലി. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കോട്ടൂർ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. അദ്ദേഹം പിന്നെ കാണുന്നത് ഇവിടെയാണ്. എന്താണ് സത്യത്തിൽ ഇവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്, എന്നെ പോലെ പല ആളുകൾക്കും ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലത്. ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു ഞാൻ 2013 വരെയുള്ള പറഞ്ഞതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2013 മുതൽ 20 വരെയുള്ളതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത വഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ കഴിയൂല. ഇപ്പൊ 20 മുതൽ 24 വരെയാണ്, 4 കൊല്ലാണ് ആയത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ പിശാച് ഇളകും എന്നതിന്റെ നേർ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും കുരുവട്ടൂരിസത്തെ കുറിച്ച് 3 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. ഇപ്പോൾ കുരുവട്ടൂരിസത്തെ കുറിച്ച് 1 ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അപസ്മാരം ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത മുഖാമുഖങ്ങളിൽ 3 ചോദ്യം 5 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ജാഗ്രത. അത് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ ഒരു ബേജാറിങ്ങനെ? നിങ്ങൾ കയറുന്ന ഇങ്ങനെ അപസ്മാരം ഇളകാൻ പാടില്ല. അതൊക്കെ നമുക്ക് സമയമാവുന്നുള്ളൂ, ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എല്ലാ മുഖാമുഖത്തിലും കുരുവട്ടൂരിസത്തെ കുറിച്ചുള്ള മുഖാമുഖവും ചോദ്യോത്തരാണ് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ വിടും. നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഈ ജഹാലത്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മാറുള്ളൂ. നൗഷാദ് അഹ്സനി ഉസ്താദിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു. അവർക്കത് സത്യമായിരിക്കാം. ആ വിഷയത്തിൽ ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും ആ വിഷയവുമായി സംബന്ധിച്ചതിൻ്റെ നിജസ്ഥിതികളും പ്രമാണം വെച്ച് മാറ്റുരക്കാൻ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഇസ്തിഗാസയുമായി ബന്ധപ്പെടുന്ന ചെറിയ ലളിതമായ ഒരു സംശയത്തിനാണ് എഴുന്നേറ്റ് നിന്നത്. വല്ല നിലത്തീന്നും എന്നെ വിളിപ്പോർക്ക് ബായ്ക്കൂടാവു തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ച ഒരാൾ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളെ എൻ്റെ രോഗം മാറ്റിത്തരണേ എന്ന് അപേക്ഷിക്കുകയും രോഗം മാറുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം മാറ്റി, അഥവാ മുഹിയുദ്ദീൻ ഷെയ്ഖ് മുഖേന അള്ളാഹു എൻ്റെ രോഗം മാറ്റി എന്ന് പറയാതെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം മാറ്റി എന്ന് വിശ്വസിക്കുകയും പറയുകയും ചെയ്യുന്നതിൽ എന്തെങ്കിലും അദബുകേടോ ശരിയില്ലായ്മയോ ഉണ്ടോ എന്നതാണ് സംശയം. അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ വിശ്വാസം വളരെ സമഗ്രമായി നമ്മുടെ ഇമാമുകളെല്ലാം വിശദീകരിച്ചതാണ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏത് കാര്യം ആരോട് ചോദിച്ചാലും അതെല്ലാം തരുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു തആല മാത്രമാണ്. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. നമ്മൾ ആരോട് എന്ത് ചോദിച്ചാലും അതിൻ്റെ എല്ലാം യഥാർത്ഥത്തിൽ ഹഖീഖത്തൻ മസ്ഊൽ ആരാണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്നാൽ മഹാന്മാര് അതിന് നിമിത്തമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് നിമിത്തമാണ്. പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കിതാബാണ് ശറഹുൽ അഖായിദ്. ഈ ശറഹുൽ അഖായിദിൽ ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു വിവരിക്കുന്നുണ്ട്, എല്ലാറ്റിനെയും ഖൽഖ് ചെയ്യുന്നവൻ അള്ളാഹുവാണ്.
എന്നാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകി, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഹിദായത്താക്കും, വ ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം എന്ന അർത്ഥത്തിലുള്ള ഖുർആനിക വചനങ്ങൾ കാണാം. അത് വഖത് തുലീഫുൽ ഹിദായത്തു ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മജാസൻ, അത് മജാസ. അപ്പോൾ ആലങ്കാരികമായ പ്രയോഗമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ ബി ത്വരീഖി തസബ്ബുബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് നിമിത്തമാകും എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ അവർ കാലോചിതമായി സംസാരിക്കുന്ന സമയത്ത് സാധാരണക്കാരായ ആളുകൾ അവരുടെ മുമ്പിൽ എങ്ങനെയാണ് പല പദപ്രയോഗങ്ങളും നടത്തേണ്ടത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായി ഇമാമുകൾ പറഞ്ഞു. മറ്റുള്ളവർ സംശയിപ്പിക്കുകയോ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്യുന്ന പദങ്ങളെ ഒഴിവാക്കലാണ് അഭികാമ്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംശയങ്ങൾക്കും വകയില്ലാത്ത പദം പറയലാണ് സാധാരണക്കാരുടെ ഈമാൻ സ്ഥിരപ്പെടുത്താൻ ഏറ്റവും നല്ലത് എന്നർത്ഥത്തിൽ പണ്ഡിതന്മാർ പ്രഭാഷണം നടത്താറുണ്ട്. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും, മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ സഹായിക്കും, നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും അവിടെ നിന്ന് കേൾക്കും, നമ്മെ സഹായിക്കും എന്ന് പറയുന്നത് ആ വിശ്വാസത്തിന് യാതൊരു കേടുമില്ല, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ സഹായിക്കും എന്ന് പറഞ്ഞാലും അതിൻ്റെ അർത്ഥം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ കാരണമായി അള്ളാഹു നമ്മെ സഹായിക്കും എന്നർത്ഥത്തിലാണ്. എന്നാൽ ഈ കാലഘട്ടത്തിൽ യുക്തിവാദികളും വഹാബികളും അടക്കമുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിലും മറ്റും പാവപ്പെട്ടവരുടെ ഈമാൻ കളയാൻ വേണ്ടി തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള പദപ്രയോഗങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിൽ ഇമാമുകളൊക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടക്കമുള്ള അമ്പിയാക്കളും ഔലിയാക്കളും നമ്മെ സഹായിക്കും. അവർക്കത് എവിടെ വെച്ചും എവിടുന്നും നമ്മെ സഹായിക്കാൻ കഴിയും, അതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല അവർക്ക് അപ്പോൾ കൊടുക്കുന്ന കഴിവനുസരിച്ച് അവർക്ക് നമ്മെ സഹായിക്കാൻ കഴിയുന്നതാണ്. ശ്രദ്ധിക്കുക, എൻ്റെ ചോദ്യം, മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എൻ്റെ രോഗം മാറ്റി എന്ന് ഒരാൾ വിശ്വസിക്കുകയും പറയുകയും നിരന്തരം പറയുകയും ചെയ്താൽ അതിൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോ? സദസ്സൊക്കെ കേട്ടതാണ് എൻ്റെ ചോദ്യം. സിമ്പിളാണ്. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു എൻ്റെ അസുഖം മാറ്റി സുഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ, എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറഞ്ഞാൽ അതിൽ ആ പറച്ചിലിൽ വല്ല അദബ് കേടും, ഇസ്തിഗാസയ്ക്ക് വേണ്ടി നമ്മൾ ഒരുപാട് മുഖാമുഖങ്ങളൊക്കെ നടത്തിയ നമ്മൾ അതൊക്കെ കേട്ടിട്ടൊരു വ്യക്തി മുഹിയുദ്ദീൻ ശൈഖ് എൻ്റെ രോഗം മാറ്റി എന്ന് വിശ്വസിച്ച് സന്തോഷത്തോടു കൂടി പറഞ്ഞാൽ അതിൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. ബാക്കിയൊക്കെ നമ്മൾക്ക് സാധാരണ അറിയണതാണ്, ഇസ്തിഗാസയും തവസ്സുലൊക്കെ. ഈ പ്രയോഗത്തിൽ എന്തെങ്കിലും അദബ് കേടുണ്ടോ ശരിയില്ലായ്മയുണ്ടോ അത് മാത്രം അറിഞ്ഞാൽ മതി. അത് വിശദീകരിച്ചു. ഞാൻ രോഗിയായാൽ സുഖപ്പെടുത്തുന്നവൻ അള്ളാഹുവാണ്. ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അപ്പോ യഥാർത്ഥത്തിൽ സുഖപ്പെടുത്തുന്നവൻ, യഥാർത്ഥത്തിൽ സഹായം നൽകുന്നവൻ അള്ളാഹുവാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് മറ്റുള്ളവരൊക്കെ അതിന് നിമിത്തമാണ് എന്ന അർത്ഥത്തിലാണെങ്കിൽ ആ പദപ്രയോഗം കൊണ്ട് ഒരു പ്രശ്നമില്ല, നമ്മൾ അങ്ങനെ പറയുന്നവരാണ്. അതേ സമയത്ത് പലരും തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതയുള്ള പദങ്ങൾ ഒഴിവാക്കലാണ് നല്ലത് എന്ന് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മഹാന്മാര്, ഔലിയാക്കൾ, അമ്പിയാക്കൾ സഹായിക്കും എന്ന് അവർ നിമിത്തമാകും എന്ന അർത്ഥത്തിൽ, എന്ന വിശ്വാസത്തിലൂടെയുള്ള സഹായം, ആ സഹായം അങ്ങനെ തന്നെ പറയുന്നതുകൊണ്ട് വിരോധമില്ല. അത് നമ്മൾ പറയുന്നതാണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്, വിശദമായിട്ട് നമ്മൾ വിശ്വസിച്ച് പോരുന്നതാണ്. എന്നാൽ അത് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മെ ശിർക്കും കുഫറുമായി ആരോപിക്കുന്നവരാണ് വഹാബികൾ, പുത്തൻവാദികൾ. അതുകൊണ്ട് തന്നെ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ എന്ന വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ സഹായിക്കും എന്ന് പറയുന്നതിന് കുഴപ്പമില്ല. അതേ സമയത്ത് തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള വാചകങ്ങൾ ഉപേക്ഷിക്കലാണ് അഭികാമ്യം എന്നത് ഇമാമുകളൊക്കെ എഴുതി വെച്ചതുമാണ്. ഞാൻ ചോദിച്ചത് കുഴപ്പമുണ്ടോ ഇല്ല എന്നല്ല എൻ്റെ ചോദ്യം. മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച്, അവിടുത്തെ അള്ളാഹു കൊടുത്ത കറാമത്തിൽ നിന്ന്, അവിടത്തേക്ക് കൊടുത്ത അധികാരത്തിൽ നിന്ന്, അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച് തന്നെ സഹായിച്ചുവല്ല, രോഗം മാറ്റി, എൻ്റെ അസുഖം മാറ്റി, അവിടുത്തെ ഇഖ്തിയാർ അനുസരിച്ച് മുഹിയുദ്ദീൻ ശൈഖ് എൻ്റെ രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ വല്ല അദബ് കേടും ശരിയില്ലായ്മയും ഉണ്ടോയെന്നാണ് ഞാൻ ആദ്യം മുതലേ ചോദിക്കണേ. ഞാൻ ചോദിക്കണേ കുഴപ്പമുണ്ടോ ഇല്ല, കുഴപ്പമില്ല.
കുഴപ്പമില്ല, ശിർക്കല്ല, കുഫ്രല്ല, മുഹിയുദ്ദീൻ ഷെയ്ഖ് മുഖേന അള്ളാഹു എൻ്റെ രോഗം മാറ്റി എന്ന് പറയാതെ മുഹിയുദ്ദീൻ ഷെയ്ഖ് എൻ്റെ രോഗം മാറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചാൽ അതിൽ വല്ല അദബുകേടും ശരിയില്ലായ്മയും ഉണ്ടോയെന്ന ചോദ്യം കേട്ടോ. അദബുകേടും ശരിയില്ലായ്മയുണ്ടോ, കുഴപ്പമുണ്ടോയെന്നല്ല. ഞാനിപ്പോൾ 2 പ്രാവശ്യം മറുപടി പറഞ്ഞപ്പോൾ അതിന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അല്ലേ? പറഞ്ഞില്ലേ നമ്മൾ? പക്ഷെ നിങ്ങളത് കേൾക്കുന്നില്ല. നിങ്ങൾ എന്താ പറയുക, നമ്മൾ ഉത്തരം പറയുന്ന സമയത്ത് അടുത്ത അതിനെ എങ്ങനെ ഗണ്ണിക്കാം എന്നാണ് നിങ്ങളെ മൈൻഡ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാതെ പോകുന്നത് സുഹൃത്തെ. അപ്പോൾ വിശദമായിട്ട് നമ്മൾ പറഞ്ഞു എന്താണത്. അതിനെ സംബന്ധിച്ച് 2 പ്രാവശ്യം ഞാൻ ഇവിടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഇവിടെ എല്ലാവരും കേട്ടു, എല്ലാവർക്കും കാര്യം വ്യക്തമായി. പക്ഷെ നിങ്ങൾ എന്താണ്, അതൊരു സൈക്കോളജി പ്രശ്നമാണ്. ഞാൻ പറയുന്ന മറുപടിയിലല്ല നിങ്ങളെ ശ്രദ്ധയുള്ളത്. നിങ്ങളതിനെങ്ങനെ ഗണ്ണിക്കാം, അതിനെ മറുചോദ്യം എന്താ, അത് നിങ്ങൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടെ പറയാണ്, മഹാന്മാരായ ഔലിയാക്കൾ, അമ്പിയാക്കൾ, അവർ അള്ളാഹു തആലയിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ട്, കഴിവ് കൊണ്ട്, അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നവൻ, സഹായിക്കുന്നവൻ എന്ന വിശ്വാസത്തിൽ മഹാന്മാരോട് നമ്മൾ സഹായം ചോദിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ അവരതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിൽ നമുക്ക്, ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ എന്നെ സുഖപ്പെടുത്തി, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ എന്നെ സഹായിച്ചു, മഹാനവറുകൾ അതിന് നിമിത്തമാകും എന്ന അർത്ഥത്തിൽ പറയുന്നതിന് യാതൊരു വിരോധവുമില്ല എന്ന് നമ്മൾ വിശദമായിട്ട് പറഞ്ഞതാണ്, കാലങ്ങളായിട്ട് നമ്മൾ പറയുന്നതാണ്. അതേ സമയത്ത് തെറ്റിദ്ധാരണാജനകമായ വാചകങ്ങൾ അതിൻ്റെ ആ സാഹചര്യാനുസൃതം പറയുന്നത് അത് ഒഴിവാക്കപ്പെടേണ്ടതുമാണ് എന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആവർത്തിച്ച് പറയുന്നതാണ്. നിമിത്തം ആണോ അല്ല എന്നല്ല ഞാൻ ചോദിച്ചത്. മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത കറാമത്ത്, അധികാരം, വിലായത്ത്, അത് ഇഖ്തിയാരിയായിട്ട് അതിൽ നിന്ന് തരും. അതപകേടുണ്ട് ഉസ്താദെ, അതപകേടുണ്ട് ആ വാക്കിൽ. ചോദ്യം കഴിഞ്ഞു. 3 വട്ടം ഇവിടെ മറുപടി പറഞ്ഞു. ഇത്രയും 3 വട്ടം മറുപടി പറഞ്ഞും തിരിയാത്തോൽക്ക് ഇനി 100 വട്ടം പറഞ്ഞാലും തിരിയില്ല. അപ്പൊ അതുകൊണ്ട് അടുത്ത ആളുകൾ ചോദിക്കും. 3 വട്ടം ഈ പറഞ്ഞത് തന്നെ പറയാ, ചോദിച്ചതന്നെ വീണ്ടും ചോദിക്കുക, വീണ്ടും പറയാ, വീണ്ടും ചോദിക്കുക. അതിന് നിങ്ങൾക്ക് വേറെ വല്ല സദസ്സിലൊക്കെ നോക്കുക. 1 വട്ടം മറുപടി പറഞ്ഞു, 2 വട്ടം മറുപടി പറഞ്ഞു, 3 വട്ടം മറുപടി പറഞ്ഞു. അപ്പൊ മൂപ്പറ മനസ്സിൽ എന്തോ ഒന്നുണ്ട്, അതിങ്ങനെ കിട്ടണം. അതിന് ഈ വലിപ്പമുള്ള വേറെ സദസ്സുകൾ നോക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചോദ്യത്തിന്റെ വ്യക്തവും കൃത്യവുമായ മറുപടികൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. അടുത്ത ചോദ്യം വേറെ ആളുകൾക്ക് ചോദിക്കാവുന്നതും ആണ്. ഇതേ ചോദ്യമാണെങ്കിൽ ഇനി വേറെ ആരും ചോദിക്കേണ്ടതില്ല, വീണ്ടും പറയാണ്. അസ്സലാമു അലൈക്കും ഉസ്താദേ, ഇത് മുഅ്ജിസത്തും കറാമത്തും എന്ന വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി ചോദിക്കുകയാണ്. അഥവാ ഒരു സുലൈമാൻ സഖാഫി മാളിയക്കൽ ഉസ്താദ് എഴുതിയൊരു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞൊരു പുസ്തകവുമായി ബന്ധപ്പെട്ടുള്ള അതിലൊരു പരാമർശം ചില വഹാബികൾ അതെടുത്തിട്ട് കൊണ്ട് എന്നോട് പറയുകയുണ്ടായി അത് ഇസ്ലാമികമല്ല. അങ്ങനത്തെ ഒരു വാദം ശരിക്ക് ഇസ്ലാമിലില്ല എന്ന് പറയും. ആ വാദം അതായത് മുഅ്ജിസത്തും കറാമത്തും ഒക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കും അമ്പിയാൾക്കും അവർക്ക് ഇഷ്ടാനുസരണം യഥേഷ്ടം ഉപയോഗിക്കാം. അള്ളാഹു നൽകിയ അധികാരം ഉപയോഗിച്ച് അത് ഉപയോഗിക്കാം. അതായത് ഇതിൽ ഉസ്താദ് എഴുതിയത് ഇഷ്ടാനുസരണം മുഅ്ജിസത്തുകൾ പ്രകടിപ്പിക്കാനുള്ള സിദ്ധി നുബുവത്തിൻ്റെ പ്രത്യേകതയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ശേഷം പിന്നീട് എഴുതുന്നു, ഇതെല്ലാം അടിസ്ഥാനപരമായി അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങൾ പെട്ടതാണെങ്കിലും പ്രവാചകരുടെ ഇച്ഛാനുസരണം അത് നടക്കുന്നതിനാലാണ് അവരിൽ ചേർക്കപ്പെട്ടത് എന്ന വാക്ക്. ഇത് കേട്ടിട്ട് വഹാബികൾ പറയുന്നു അങ്ങനെ ഒരിക്കലും ഇസ്ലാമികമല്ല, അവർക്ക് അങ്ങനെ ഇഷ്ടാനുസരണം യഥേഷ്ടം അവർക്ക് കറാമത്തും പ്രകടിപ്പിക്കാൻ കഴിയില്ല, മുഅ്ജിസത്തും പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ചോദ്യം. ഉദാഹരണത്തിന് ഈ മൈക്കൊക്കെ എനിക്ക് നിങ്ങൾ തന്ന ഒരു അധികാരത്തിൻ്റെ പേരിലാണ് ഈ മൈക്ക് ഞാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഒരു പക്ഷേ എനിക്ക് പ്രസംഗിക്കാം, ഈ പ്രസംഗം എൻ്റെ ഇഷ്ടാനുസരണം നിർത്താം. അതേപോലെ ഞാൻ പറഞ്ഞു ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ അധികാരമാണ് മുഅ്ജിസത്തും കറാമത്തും. അതനുസരിച്ചിട്ട് അവർക്ക് അവരുടെ ഇഷ്ടാനുഷ്ഠാനം മുഅ്ജിസത്തും കറാമത്തും നടപ്പാക്കുക എന്നത് തന്നെയാണ് സുലൈമാൻ സഖാഫി എഴുതിയ ഈ പുസ്തകത്തിലുള്ളത്. അതുകൊണ്ട് ഇതിലെ അഹ്ലു സുന്നയുടെ പ്രമാണങ്ങളിൽ ഇത് ഇങ്ങനെ ഇഷ്ടാനുസരണം ഔലിയാക്കൾക്ക് കറാമത്തും അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തും ഔലിയ കറാം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ ഇല്ലയോ, എന്താണ് നമ്മുടെ അഹ്ലു സുന്ന അതിന് നൽകുന്ന പ്രമാണങ്ങൾ എന്നതാണ് എൻ്റെ ചോദ്യം. അതെ, അപ്പോൾ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ അവർക്ക് മുഅ്ജിസത്ത് കറാമത്തുണ്ട്. ആ കറാമത്ത് ലഅന്ന മുഅ്ജിസത്തൽ അംബിയാഇ വ കറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതിഉ ബിമൗതിഹിം.
അവരുടെ മരണത്തോടുകൂടെ അത് മുറിഞ്ഞു പോകുന്നില്ല. മരണത്തിന് ശേഷവും ആ കറാമത്തും മോചിതത്വം ഉണ്ടാകും. ആ കറാമത്ത് തക്കൂനുൽ ഇആസത്തു മിന്നു എന്ന് പറഞ്ഞിട്ട് മഹാനായ ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്ന അഹ്ലൽ ഹഖ്, ശരിയായ പണ്ഡിതന്മാർ, അലാ അന്നഹു യഖഉ മിനൽ ഔലിയാഇ ബിഖസ്ദിൻ വബിഗൈരി ഖസ്ദിൻ ഉമൂറൻ ഖാരിഖത്തുൽ ലിൽ ആദതി, സാധാരണയ്ക്ക് വിപരീതമായ അത്ഭുതങ്ങൾ, കറാമത്തുകൾ, മോചിതത്തുകൾ അവരുടെ ഇഖ്തിയാർ അവർ ഉദ്ദേശിക്കുമ്പോഴും ഉണ്ടാകും, ഉദ്ദേശിക്കാതെയും ഉണ്ടാകും. അപ്പം നമുക്ക് സാധാരണ കാര്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ മഹാന്മാർക്ക് അസാധാരണ കാര്യങ്ങൾ ഉണ്ടാകും. ആ കഴിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയാണോ കൊടുക്കുന്നത് അത്രയുണ്ടാകും. അത് ഭൂമിയിലാണോ, ആകാശത്താണോ, പിന്നെ ലൗഹിലാണോ, കലമിലാണോ, ആകാശത്താണോ, ഭൂമിയിലാണോ, ദുനിയാവിലാണോ, ആഖിറത്തിലാണോ എന്ന ഒരു പരിധി നിശ്ചയിക്കാൻ നമുക്കാർക്കും അധികാരമില്ല. അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ സർവ്വലോകത്തിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് വ്യവസ്ഥാപിതമായി സംവിധാനിച്ച് അതിനെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്ന മുദബ്ബിർ. അത് അല്ലാഹു തആല മാത്രമാണ്. എന്നാൽ അല്ലാഹു അവൻ്റെ ഔലിയാക്കൾ, അമ്പിയാക്കൾക്ക് അവർ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത് എന്തും കൊടുക്കും. അതിന് ഒരു പരിധി നിശ്ചയിക്കാൻ ഒരാൾക്കും അധികാരമില്ല. മഹാന്മാരുടെ കറാമത്ത് പറയുമ്പോൾ വഹാബികൾ പറയും, അതെങ്ങനെ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ ബാഗ്ദാദിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും ധാരാളം ഭാഷയിൽ ഒരേ സമയത്ത് വിളിക്കുമ്പോൾ കേൾക്കുക, അതെങ്ങനെ കഴിയോ എന്ന് നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അല്ലാഹു തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, നമുക്ക് ഒരു പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത വിധം അല്ലാഹു തആല കൊടുക്കുന്നതാണ്. ഇതാണ് മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കളുടെ മോചിതത്തി കറാമത്തി എന്ന് പറയുന്നത്. അതിന് ബലകമായിട്ട് അഥവാ ഈ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് മുഅ്ജിസത്തും കറാമത്തും യഥേഷ്ടം പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് പ്രമാണങ്ങളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രമാണങ്ങളൊന്നും ഉദ്ധരിക്കാൻ സാധിക്കും. ഇഷ്ടംപോലെ ഉണ്ടല്ലോ. പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് വിശദമായിട്ട് ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ജുറൈജ് റളിയല്ലാഹു അൻഹു തൻ്റെ പേരിൽ ഒരു ആരോപണം ഉയർന്നപ്പോൾ ആ ആരോപണത്തിന് വിധേയരായ സ്ത്രീ പ്രസവിച്ച ആ കുഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കുഞ്ഞിനോട് മോനെ മൻ അബൂക്ക എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി സംസാരിച്ചു. അതുപോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹയുടെ കറാമത്ത് പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ ധാരാളം കറാമത്ത് മഹാന്മാർ അവരുടെ ഇഷ്ടാനുസരണം നടത്തിയത്, അവരുദ്ദേശിക്കുമ്പോൾ ആ കറാമത്തുകൾ നടത്തിയത് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്. ആസിഫ് ബിൻ വർഖി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം ഫലസ്തീനിൽ നിന്ന് 2050 കിലോമീറ്റർ അകലെയാണ് സബഇ എന്ന് പറയുന്ന നാടുണ്ടായിരുന്നു. ആ നാട്ടിൽ നിന്ന് മഹാനായ ആസിഫ് ബിൻ വർഖി റളിയല്ലാഹു അൻഹു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആവശ്യപ്പെട്ട മുറക്ക് അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തുർഫുക്, നിമിഷാർദ്ധം കൊണ്ട് ഞാൻ കൊണ്ടുതരാം എന്ന് പറഞ്ഞു കൊണ്ട് കൊടുത്തു. പരിശുദ്ധ ഖുർആൻ പറയും. ഓക്കെ, അത് പ്രമാണങ്ങളിൽ പ്രമാണബദ്ധിതമാണ് എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അതായത് ഈ കാര്യങ്ങൾ വഹാബികൾ വല്ലാതെ ഇത് ഒരിക്കലും ഔലിയാക്കൾക്ക് അവർക്ക് ഇഷ്ടപോലെ കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവർക്ക് അത് അള്ളാഹു കറാമത്തൊക്കെ ഉണ്ട്, വിലായത്തും മറ്റതൊക്കെ ഉണ്ട്, പക്ഷേ ഇഷ്ടം പോലെ പ്രകടിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വാദം അവർക്കുള്ള. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അത് അവർക്ക് ഇഷ്ടം പോലെ യഥേഷ്ടം ഉപയോഗിക്കാം എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. അസ്സലാമു അലൈക്കും. ഉസ്താദെ, നമ്മൾ ചെറുപ്പകാലം മുതലേ മദ്രസകളിൽ പഠിച്ചു വന്നതാണ് റസൂലുള്ളാഹിക്ക് ഒരിക്കലും നിഴലുണ്ടാവില്ല എന്നുള്ളത്. അതിന് നേരെ എതിർവാദമാണ് വഹാബികൾക്കുള്ളത്. അപ്പം നമ്മുടെ നാടുകളിലൊക്കെ ഈ അടുത്തിടെയായിട്ട് പ്രചരിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, പേരോട് ഉസ്താദിൻ്റെ പേരിൽ. മുസ്നദിൽ റസൂലുള്ളാഹിൻ്റെ നിഴൽ സൈനബ് ബീവി കണ്ടു എന്ന രീതിക്ക് ഒരു ക്ലിപ്പ് പ്രചരിക്കുന്നുണ്ട്. അത് ശരിക്കും റസൂലുള്ളാഹിൻ്റെ നിഴൽ തന്നെയാണോ കണ്ടത്? അങ്ങനെ നിഴൽ ഉണ്ട് എന്ന് ഏതെങ്കിലും ഒരു കിതാബ് ഉദ്ധരിച്ച് ഉസ്താദിന് പറയാൻ കഴിയുമോ? അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഈ സർവ്വലോകത്തിൻ്റെയും നിദാനമാണ്. അള്ളാഹു തആല അവിടത്തേക്ക് നൽകിയ മഹത്വം വളരെ വലുതാണ്. ഒരാൾക്കും ആ ഒരു മഹത്വം കൊടുത്തിട്ടില്ല. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ തഹത്തിൽ നടക്കുമ്പോൾ ആ സൂര്യചന്ദ്രൻ്റെയും മറ്റു വെളിച്ചത്തിൻ്റെയും അപ്പുറത്തുള്ള നിഴല് എന്നർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിൻ്റെ റസൂലിന് ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല.
അങ്ങനെ ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആലിമീങ്ങളും എല്ലാ ഇമാമുകളും എഴുതി വെച്ചതും പറയുന്നതും പഠിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നതും അത് തന്നെയാണ്. എന്നാൽ അതിന് വിരുദ്ധമായി അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നൂറാനിയത്ത് ചില അത്ര തേക്കുമ്പോഴേക്ക് മറഞ്ഞു പോകാവുന്നതാണ് എന്ന അർത്ഥത്തിലുള്ള ചില പ്രയോഗങ്ങൾ ചില കള്ളത്തൊരീഖത്തിൽ പെട്ടുപോയ പിഴച്ച ചില കക്ഷികൾ പറയുന്നുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിരുദ്ധമാണ്. അങ്ങനെയുള്ള എല്ലാ വഹാബികളുടെയും എതിരായ ആശയമാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയം. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഉണ്ടായിട്ടേ ഇല്ല. അത് അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഷറഫാണ്. അതിന് കാരണമായിട്ട് ഇമാമുകൾ പലതും പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നിഴൽ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നിലത്ത് തട്ടി പലരും ചവിട്ടി പോകാനിടയാകും, അല്ലെങ്കിൽ മ്ലേച്ഛമായ സ്ഥലങ്ങളിൽ വീഴാൻ ഇടയാകും. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തആല അതിന് പോലും അവസരം കൊടുക്കാതെ അള്ളാഹുവിൻ്റെ ഹബീബിനെ അള്ളാഹു തആല ആദരിച്ചതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ അർത്ഥത്തിൽ അഥവാ വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴല് ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ഒരാളും പറഞ്ഞിട്ടില്ല. മഹാനായ പേരോട് ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, 40 കൊല്ലമായി അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഇന്ന് കാണുന്ന ഏത് വഹാബിയും നിരീശ്വരവാദിയും യുക്തിവാദിയും കള്ളത്തൊരീഖത്തും തബ്ലീഗ് ജമാഅത്തും അടക്കമുള്ള മുഴുവൻ പുത്തൻവാദികളെയും ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയവരാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഉസ്താദിന്റെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഇവിടെ പല കള്ളത്തൊരീഖത്തുകാരും ഉന്നയിക്കുന്നുണ്ട്. അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ അവിടുന്ന് പറയാത്ത ആരോപണം ഉന്നയിച്ചതുപോലെ ഇന്നത്തെ ആലിമീങ്ങളുടെ പേരിലും അവർ പറയാത്ത ആരോപണങ്ങൾ പലരും പറയുന്നുണ്ട്. അതിലാരും വഞ്ചിതരാകരുത് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ്, അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാനുള്ളൊരു അവസരം തരണം. അല്ലല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ക്ലിപ്പിലുള്ളത് നിഴൽ ഇല്ല, നിഴൽ എന്ന നിഴൽ ഇല്ല, അതിന്റെ വിശദീകരണമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. അതിൽ ഉസ്താദ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു സഹോദരൻ്റെ ചോദ്യത്തിന് മറുപടി എന്ന രീതിക്ക് പറയുന്നുണ്ട്. നിഴലില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും ഇല്ല എന്നല്ല, നിഴലുണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും ഉണ്ട് എന്നുമല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിനെങ്ങനെയൊന്ന് വിശദീകരിച്ചു തരിക. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചത് ഞാൻ ഇതും കൂടി കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഒരു മുഴം നീട്ടി അറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മറുപടി ശ്രദ്ധിക്കുക. അതായത് നിഴൽ എന്ന പദം മലയാള പദമാണ്. അതിന് ശബ്ദധാരാവലി എടുക്കും. അതിന് പല അർത്ഥങ്ങളുണ്ട്. നിഴൽ എന്ന് പറയുമ്പോൾ വെളിച്ചത്തിൻ്റെ പുറത്ത് കാണുന്ന ഇരുട്ട് എന്ന അർത്ഥത്തിൽ ഒരർത്ഥമാണ് നിഴലിൻ്റെ. അതുപോലെ പിന്നെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്നതിന് നിഴൽ എന്ന് പറയാം. അതുപോലെ നമ്മൾ ഒരാളെ കാണുന്ന ഒരു അവ്യക്തമായ ഒരു കാഴ്ചയുണ്ട്, ആ കാഴ്ചക്കും നിഴൽ എന്ന് പറയാം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന്. കാണുന്നത് എന്താണെന്ന് വ്യക്തമാകൂല ചിലപ്പോൾ. അപ്പോൾ അവൻ്റെ ഒരു നിഴലാട്ടം കണ്ടു എന്ന് നമ്മൾ സാധാരണ പ്രയോഗിക്കാറുള്ളതാണ്. പച്ച മലയാളമല്ലേ ഇതെല്ലാം. അപ്പോൾ ആ അർത്ഥത്തിൽ നിഴൽ എന്ന പദത്തിന് ഒരുപാട് അർത്ഥം. പണ്ട് വഹാബികളോട് പറഞ്ഞ പോലെ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമല്ലോ. ആ പ്രാർത്ഥന എന്ന് പറഞ്ഞു വരുമ്പോൾ ഈ പ്രാർത്ഥന എന്ന മലയാള പദത്തിന് എത്ര അർത്ഥമുണ്ട്? അപ്പോൾ വഹാബികൾ പറയും പ്രാർത്ഥന ശിർക്കാണ് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഏതർത്ഥങ്ങൾ ഉദ്ദേശിച്ചത്? അതിന് വെളിച്ചത്തിന്റെ അപ്പുറത്തുള്ള ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള ഒരു നിഴലും ആരും പറഞ്ഞിട്ടില്ല. അതേസമയത്ത് സൈനബ റളിയല്ലാഹു അൻഹയെ ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവ്യക്തമായ ഒരു രൂപം കണ്ടു. അതിന് ലില്ലി എന്നാണ് അറബിയിൽ പറയുന്നത്. അത് ഹദീസിലുള്ളതല്ലേ? അത് സലാം സുല്ലമി പറഞ്ഞ പോലെ ആ ഹദീസിനെ അങ്ങ് തള്ളാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ ആ നിഴൽ എന്ന് പറയാം. മലയാളമെങ്കിലും പഠിക്കണം. ഈ ആരോപണങ്ങൾ നിങ്ങളോടല്ല കേട്ടോ, ഇത് നിങ്ങളെ ഇത് പറഞ്ഞു തന്ന് പിന്നെ വിട്ടവർ, അതല്ലെങ്കിൽ ഈ ആരോപണങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിച്ചിരിക്കുന്നവർ, അവർ ചുരുങ്ങിയത് മലയാളമെങ്കിലും പഠിക്കണം. അറബി അതായാലും അറിയില്ല, എന്നാൽ പിന്നെ മലയാളമെങ്കിലും പഠിക്കണ്ടേ? ഇത് ശബ്ദധാരാവലി ആർക്കും കിട്ടുന്ന ഡിക്ഷണറി അല്ലേ? അത് മലയാളത്തിന്റെ അർത്ഥമില്ലേ അത്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലില്ലി എന്ന് പറയുന്ന പദം ഹദീസുകളിലുണ്ട്. അതുപോലെ തന്നെ ഹത്താ റഅയ്തു ലില്ലി വദില്ലക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഹദീസിൽ നിരവധി ഹദീസിൽ ആ പദം വന്നിട്ടുണ്ട്. അപ്പോൾ ലില്ലി എന്ന് പറയുമ്പോൾ അതിന് മലയാളത്തിലുള്ള അർത്ഥമാണ്. അതിന് പല അർത്ഥങ്ങളുണ്ട്. ഈ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രകാശത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്ന അർത്ഥത്തിലുള്ള നിഴല് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. കാരണം അവിടുന്ന് നൂറാണ്. ആ നൂറിന് ഒരിക്കലും ദുൽമത്ത് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവൂല. ആ അർത്ഥത്തിലുള്ള ഒരു നിഴലും ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദെ, മുസ്നദിലെപ്പോൾ പേരുടെ ഉസ്താദ് അത് കണ്ടു എന്ന് പറയുന്ന നിഴൽ, അതാണ് ഒന്ന് വിശദീകരിക്കാവോ? അതല്ലേ ഇപ്പൊ പറഞ്ഞത് സുഹൃത്തെ.
ഈ നിഴൽ എന്ന് പറയുമ്പോൾ പല അർത്ഥമുണ്ട്. സൈനബ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെങ്കിൽ സൈനബ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവം ഇവിടെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. എന്താണത്? ഞാനൊന്ന് വിശദീകരിക്കാം. സൈനബ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഫിയ ബീവിയും ഒരു യാത്ര പോവാണ്. ആ യാത്ര പോയിക്കൊണ്ടിരിക്കെ സഫിയ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒട്ടകത്തിന് ചെറിയൊരു ക്ഷീണം വന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈനബ ബീവിയോട് പറഞ്ഞു, നിങ്ങളൊരു ഒട്ടകം സഫിയാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സഫിയ ബീവിയോട് പറഞ്ഞു പോയി, ആ യഹൂദിയത്തിന് ഞാൻ എൻ്റെ ഒട്ടകം കൊടുക്കാം എന്ന് പറഞ്ഞു. യഹൂദിയത്ത് എന്ന് പറയുന്ന ഒരു വാചകം മഹദിയോട് പറഞ്ഞുപോയി. അത് വളരെ ഗൗരവമുള്ളതാണ്. ഒരാളെയും ചീത്ത പറയാൻ പാടില്ല. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് പണ്ഡിതന്മാരെ തെറി പറയാൻ പാടില്ല. ഒരാൾക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാതെ ദേഷ്യം പിടിച്ചു. അവിടുന്ന് സൈനബ ബീവിയോട് പിണങ്ങി. 2 മാസം അല്ലെങ്കിൽ 3 മാസം റസൂലുള്ളാഹി തങ്ങൾ പിണങ്ങി. എന്നിട്ട് അപ്പോൾ സൈനബ ബീവി റളിയല്ലാഹു അൻഹ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങളെ പ്രതീക്ഷിക്കുന്നേ ഇല്ല സൈനബ റളിയല്ലാഹു അൻഹ. ഒരു ദിവസം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. അപ്പോൾ അവിടുന്ന് ഒരു പുരുഷന്റെ രൂപം ഇങ്ങനെ വരുന്നുണ്ട്. ആരാണ് എന്ന് വ്യക്തമല്ല. അങ്ങനെ അവ്യക്തമായ കാഴ്ചക്ക് ലില്ലി എന്ന് പറയാം. ആ ലില്ലി എന്ന പദത്തിന്റെ നേരെ അർത്ഥം നിഴൽ എന്നാണ്. അതിന്റെ അർത്ഥം വെളിച്ചത്തിന്റെ പുറത്ത് കാണുന്ന ഇരുട്ടി എന്നതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അവ്യക്തമായ ഒരു രൂപം. ആ അർത്ഥമാണ് ഉസ്താദ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാർക്കും മനസ്സിലാകുന്നതാണ്. അത് ഉസ്താദ് എന്നെ വളരെ വ്യക്തമായി പറഞ്ഞതാണ്. എന്നിട്ടും അതെല്ലാം നിങ്ങൾ ഉദ്ദേശിച്ചത് ഇതാണ്. പണ്ട് ഒരു രോഗി എണീറ്റ് പറഞ്ഞല്ലോ, ഞാൻ മരിച്ചിട്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അലജ്ജ മരിച്ചു കിടക്കവിടെ എന്ന് പറയുന്ന ശൈലിയാണ് സഹോദരന്മാരെ അത്. അതുകൊണ്ട് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് പ്രമാണത്തിന് നിരക്കാത്ത ഒന്നും പറയില്ല. അവർ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പ്രമാണങ്ങളുടെ കാവലുകാരാണ് എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. വാളക്കുളം ഉസ്താദ് ഇപ്പം വിശദീകരിച്ച ഒരു ചോദ്യത്തിൽ തന്നെയാണ് എൻ്റെയും ഒരു സംശയം ഉയർന്നത്. പേരോട് ഉസ്താദ് വിശദീകരിച്ച ഫറഅത്ത് ലില്ലഹു സൈനബ ബീവി ആ നിയൽ കണ്ടു എന്ന് ഉസ്താദ് പറഞ്ഞ ആ നിയല്, ഭൂമിയിൽ പതിഞ്ഞ ആ നിയല്, ഉസ്താദ് ഈ ഡിക്ഷണറി എടുത്ത് വിശദീകരിച്ച ഏത് നിയലാണ്? അത് കണ്ണാടി നിയലാണോ അതല്ല ഇരുട്ടിൻ്റെ അപ്പുറമുള്ള വേറെ ഏതോ നിയലാണോ? അത് വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ നിയൽ വിഷയത്തിൽ മുമ്പ് അലവി സക്കാഫി ഉസ്താദും മുജാഹിദുകളൊക്കെ തമ്മിൽ വലിയ തർക്കവും പിന്നെ മുഖാമുഖവും ഒക്കെ നടന്നതാണ്. അതുകൊണ്ടാണ് ഇത് ചോദ്യത്തിന് മറുപടി വളരെ വ്യക്തമായി എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ്. അസീസ് സക്കാഫി വളരെ കൃത്യമായി അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വളർച്ചയും അതിൻ്റെ ഉയർച്ചയും കാണുന്നതിൽ അസൂയപ്പെടുന്ന ചില കള്ളത്തൊരീക്കത്തുകാരുണ്ട്. അവർക്ക് ഇത്തരം പരിപാടികൾ കോളാക്കണം എന്ന ഒരു നിയത്തുണ്ടോ എന്ന് നമ്മൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വ്യക്തമായി അതിൻ്റെ മറുപടി വാളക്കുളം സക്കാഫി ഉസ്താദ് പറഞ്ഞു. നിഴൽ എന്ന് പറഞ്ഞാൽ അതിനൊരുപാട് അർത്ഥമുണ്ട്. അവിടെ നിഴലാട്ടം എന്ന് നമ്മൾ പറയാറുണ്ട്. ബീവി സൈനബ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ കുറച്ച് അകന്നു നിന്നു ആ വാക്ക് പ്രയോഗത്തിൻ്റെ പേരിൽ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വന്ന നബി തങ്ങളുടെ അവ്യക്തമായ രൂപം കണ്ടു. അപ്പം അതിന് നിഴലാട്ടം എന്ന് പറയാം. ഹദീസിൽ വില്ല് എന്ന് വന്നതുകൊണ്ട് അവിടെ സലാം സുല്ലമി ഹദീസ് വലിച്ചെറിയുന്നത് പോലെ സുന്നികൾക്ക് ഹദീസ് വലിച്ചെറിയാൻ പറ്റൂല. അഭിയുന്നരായ പേരോട് ഉസ്താദിൻ്റെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ കേരളത്തിൽ മുഴുവനും സുന്നികളും കേട്ടിട്ടുള്ളതാണ്. എന്നെക്കുറിച്ച് ഹബീബായ മുത്തുനബിയെക്കുറിച്ച് നേലുണ്ട് എന്ന് പറയുന്നവർക്ക് ഞാൻ പൊരുത്തപ്പെടില്ല, ഞാൻ അങ്ങനെ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല എന്ന് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ നെടുംതൂണാകുന്ന പണ്ഡിതന്മാരെ തേജോവധം ചെയ്യാനുള്ള ചില കള്ളത്തൊരീക്കത്തുകാരുടെ കുതന്ത്രത്തിന് ഒരിക്കലും വഴിതരാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല, അതിന് സമ്മതവുമല്ല. ഇത് മനസ്സിലാകാൻ പറ്റുന്നിടത്തോളം ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കള്ളത്തൊരീക്കത്ത് ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശാൻ അവനാണ് പറഞ്ഞത് ഞാൻ മുത്തുനബിയുടെ ഷാർ മുബാറക്കിന് ഈ അത്തർ തേച്ചപ്പോൾ നിഴല് കണ്ടു എന്ന് പറഞ്ഞത് ആ കള്ളത്തൊരീക്കത്തുകാരൻ
കത്തുകാരനാണ്, അവനാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ തേജോവധം ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തലപ്പാവ് ധരിച്ചു പോകുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഡ്രസ്സ് ധരിച്ചു പോകുമ്പോൾ ഒരു അത്തർ തേക്കുമ്പോഴേക്കും മുത്തുനബിയുടെ നൂറാനിയത്തിനെ മറക്കുന്ന നിഴലുണ്ട് എന്ന് പറഞ്ഞ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾ പറഞ്ഞ ആശയത്തിന് ഘടകവിരുദ്ധമായി പറഞ്ഞ അവൻ അപ്പോൾ റസൂലുള്ള കുപ്പായം ധരിക്കുമ്പോൾ, നബി തങ്ങൾ തലപ്പാവ് ധരിക്കുമ്പോൾ ആ ഒരു മറയുണ്ടാകുമ്പോൾ തങ്ങൾക്ക് നിഴലുണ്ടാകുമെന്ന് പറയുന്നിടത്തേക്ക് എത്തിയ ഇത്തരം ആളുകളെ അഭിവന്ദരായ സുൽത്താൻ ഉലമയും റഈസുൽ ഉലമയും അല്ലാഹു അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, അവരുടെ ആത്മീയതയിലും അവരുടെ തഖ്വയിലും മുസ്ലിം ഉമ്മത്തിന് യാതൊരു സംശയവുമില്ല. ആ കള്ളത്തൊരീക്കത്തുകാരൻ അവൻ ചേകനൂരായി പോകും എന്ന് വരെ അഭിവന്ദരായ സുലൈമാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ അറുവസളൻ ആശയങ്ങൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള AP ഉസ്താദ് അടക്കമുള്ള മഹാരഥന്മാർ അബ്ദുൽ അസീസ് സഖാഫി ഓരോ ദിവസവും അവരുടെ അണ്ണാക്ക് തറക്കും വിധം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പറഞ്ഞതല്ല നാളെ പറയുന്നത്, നാളെ പറഞ്ഞതല്ല മറ്റന്നാൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാവിലെ നടത്തിയ പ്രഭാഷണത്തിന് വൈകുന്നേരം സ്വന്തം പ്രഭാഷണത്തിന് മറുപടി പറയുന്ന ഒരു മാനസിക രോഗിക്ക് ഇവിടെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സന്നദ്ധമല്ല. ആളുകൾക്ക് മനസ്സിലാകും വിധം, ആളുകൾക്ക് കൃത്യമാകും വിധം ഇവിടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് മുജാഹിദിനെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഇവിടെയുള്ള ബിദ്അത്തുകാർക്കെതിരെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് എന്തോ ഒരു സംഗതിയുണ്ട് എന്ന് പറഞ്ഞു വരികയാണ്. അഭിയൊന്നരായ സുൽത്താൻ ഉലമ അബ്ദുൽ അസീസ് സഖാഫിയെ മിനിഞ്ഞാന്ന് വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ കൃത്യമായത് പറയണം, അത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ദുആ ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട്, ഉറങ്ങുന്നവരെ നമുക്ക് അതിൽ നിന്ന് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ കഴിയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകരോടും പ്രബോധകരോടും പറയാനുള്ളത്, അബ്ദുൽ അസീസ് സഖാഫി അക്കമിട്ട് ഈ കള്ളത്തൊരീക്കത്തുകാരുടെ ഓരോ വിദണ്ഡവാദങ്ങൾക്കും ആശയങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാവരും അദ്ദേഹത്തിന്റെ യൂട്യൂബ് അത് കണ്ടാൽ ഇവന്മാര് ഏതവസ്ഥയിലാണ് എത്തിയത്. സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ ചേകനൂര് മാത്രമല്ല അതിനപ്പുറത്തേക്കും അവരെത്തും. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു മിനിറ്റ്, എൻ്റെ പഠിക്കുന്ന കാലത്തുള്ള പരിചയമുള്ള ആളാണ് ഈ ഫാദിലി. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, നമുക്ക് കോട്ടൂരുസ്താൻ്റെ അടുത്ത് പോയിട്ട് ഉസ്താദ് എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് ക്ഷണിച്ചതാണ്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല, അദ്ദേഹം പിന്നെ കാണുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞത് ആ സുന്നത്ത് ജമാഅത്തിൻ്റെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയും റയീസുൽ ഉലമയും കോട്ടൂർ ഉസ്താദ് അടക്കമുള്ള ആലിമീങ്ങൾ എന്താണോ പറയുന്നത് അതിലൂടെ പോയാലാണ് നമ്മുടെ ആഖിറം രക്ഷപ്പെടൂ എന്നത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. തദ്ബീറുൽ ആലം അഥവാ ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ചിലർക്കുണ്ടെന്നത് ശരിയാണോ? ഉണ്ടെങ്കിൽ ആ സമയം അള്ളാഹുവിൻ്റെ റോള് എന്തായിരിക്കും? തദ്ബീറുൽ ആലവുമായി ബന്ധപ്പെട്ട് കള്ളത്തൊരീഖത്തുകാർ ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ്, മുദബ്ബിറുൽ ആലം അള്ളാഹു തആല മാത്രമാണ്. ഈ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് അതിനെ വ്യവസ്ഥാപിതമായി പരിപാലിച്ചു കൊണ്ടേയിരിക്കുന്നവൻ അത് അള്ളാഹു മാത്രമാണ്. എന്നാൽ അള്ളാഹു തആല അവൻ്റെ മഹാന്മാരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ തുടങ്ങിയ മഹാന്മാർക്ക് കഴിവുകൾ കൊടുക്കും, പല അധികാരങ്ങളും കൊടുക്കും. അത് അള്ളാഹുവിൻ്റെ അതേ അധികാരമല്ല. അങ്ങനെയാണ് കള്ളത്തൊരീഖത്തുകാർ പറയുന്നത്. അതിന് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നു ആ മൗലവി. എന്താ പറയുന്നത്? മാലിക്കുൽ മുൽക്ക് തുഅ്തിൽ മുൽക മൻ തശാ. അല്ലാഹു തആല അൽ മുൽക്ക്, എല്ലാ അധികാരത്തിൻ്റെയും ഉടമയാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ ആ അധികാരങ്ങളൊക്കെ അവൻ ഉദ്ദേശിച്ചവർക്കാണ്ട് കൊടുക്കും. അതെങ്ങനെ? അത് യുക്തിവാദികൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ്. പരിശുദ്ധ ദീനിനെ ആക്രമിക്കാൻ യുക്തിവാദികളെ സഹായിക്കുകയാണ്. യുക്തിവാദികളെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയ ഈ കള്ളത്തൊരീഖത്തുകാർ. കാരണം യുക്തിവാദിക്ക് ചോദിക്കാലോ, ലോകത്തിൻ്റെ മൊത്തം നിയന്ത്രണം എങ്ങനെ ഒരുപാട് ആളുകൾക്ക് കൊടുക്കുക? അതെങ്ങനെ സാധ്യമാവോ? അത് ലോജിക്കലി ഇമ്പോസിബിളായ കാര്യമില്ലേ എന്ന് ചോദിച്ചാൽ മുഅ്മിനീങ്ങൾ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസികൾ ഉത്തരം മുട്ടിപ്പോകാൻ വേണ്ടി യുക്തിവാദികൾക്ക് വളം വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് കൊടുക്കും. ഫൽ മുദബ്ബിറാത്തി അംറാ എന്ന് പറയുന്ന തഫ്സീറിൽ, എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നഹും ലമ്മാ കാനൂ സാബിഖീന ഫീ അദാഇ ത്വആതി മുതസാരിഈന ഇലൈഹാ ളഹറത് അമാനതുഹും
ഫലിഹാദ സബബി ഫവ്വദല്ലാഹു ഇലൈഹിം തദ്ബീറ ബഅദിൽ ആലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന അധികാരങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നിടങ്ങളിൽ അല്ലാഹു തആല കൊടുക്കും. അതിന് ഒരു പരിധിയില്ല. നമുക്കൊരു പരിധി ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവിടെ കൊടുക്കാൻ പാടുള്ളൂ, അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാൻ ഒരു സൃഷ്ടിക്കും അധികാരമില്ല. അത് അല്ലാഹു തആല കൊടുക്കും. എന്നാൽ അത് അള്ളാഹുവിൻ്റെ അതുപോലെയാണ് എന്ന് വിശ്വസിക്കാൻ പാടില്ല. അത് ഷിർക്കാണ്. തദ്ബീറുൽ ആലം എന്നത് അള്ളാഹുവിൻ്റെ മാത്രം ഖുസൂസിയായ ഒരു സിഫത്താണ് എന്ന് ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു ഷറഹുൽ മഖാസിദിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് വിശദീകരണങ്ങൾ നമ്മൾ കേട്ടു. കള്ളത്തൊരീക്കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് സത്യത്തിൽ ഇവർക്കുള്ള പോരായ്മകൾ എന്തൊക്കെയാണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്, എന്നെപ്പോലെ പല ആളുകൾക്കും ആഗ്രഹമുണ്ട്. ഒന്ന് വിശദീകരിച്ചാൽ വളരെ നല്ലത്. അല്ല, എന്താ അത് അറിയണം. കാരണം ഇപ്പോൾ പല മുഖാമുഖങ്ങളിലും ഇങ്ങനെ വന്ന ഒരു ടീമായി വരിക, എന്നിട്ട് അതെങ്ങനെയും അതിൻ്റെ മർമ്മപ്രധാനമായ ചോദ്യാവസരങ്ങൾ നഷ്ടപ്പെടുത്തി ഈ സ്വപ്നകഥ ഒരേതോ സ്വപ്ന ലോകത്താണ് ഒരു ജീവിക്കുന്നത്. ആ സ്വപ്നകഥയും ഈ മുദബ്ബിറുൽ ആലം ഇതിങ്ങനെ പറഞ്ഞു തന്നെ പറഞ്ഞ് ഈ ശ്രോതാക്കൾക്ക് വരെ ഒരു അങ്ങനെ ഉണ്ടല്ലോ ആവർത്തന വിരസത. അപ്പം ഞാൻ അവസാനം പറയേണ്ടി വന്നു മിനിമം 3 വട്ടേ മറുപടി പറയുള്ളൂ. ഇനി എനിക്ക് നിങ്ങളെ ഈ ടീമിനോട് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ ടീമുണ്ടല്ലോ, ഈ ടീമിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ചോദ്യത്തിന് 3 വട്ടേ മറുപടി പറയുള്ളൂ. 4ാമത് വട്ടം പിന്നെ ആവർത്തിക്കരുത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 3 വട്ടമൊക്കെ അല്ലാതെ അതിലപ്പുറം എങ്ങനെ പറയാം? എന്തായാലും ഈ ടീമിനുള്ള തകരാറ് എന്താണ് അതൊന്നും അറിയേണ്ടത് ഒരു കാര്യം തന്നെയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പുത്തൻവാദികൾ വരും. അങ്ങനെയുള്ള ഒരു ടീമാണ് ഈ കള്ളത്തൊരീഖത്ത് എന്ന് പറയുന്നത്. ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ആദർശങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് തെറ്റായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരാണ് കള്ളത്തൊരീഖത്ത്. ഇപ്പോൾ കുരുവട്ടൂർ ത്വരീഖത്ത് എന്ന് പറയുന്ന ഏറ്റവും പിഴച്ച ഒരു ത്വരീഖത്തുണ്ട്. ആ ത്വരീഖത്തിൻ്റെ ഒരുപാട് വാദങ്ങൾ ശിർക്കിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്ന വാദങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അല്ലാഹു തആല മഹാന്മാർക്ക് കഴിവ് കൊടുക്കുന്നത് ഒരു മൊബൈൽ ഫോൺ കൊടുത്തതുപോലെയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ ഉസ്താദിന് ഒരു മൊബൈൽ ഫോൺ കൊടുത്താൽ പിന്നെ അതിൽ ഉസ്താദ് എവിടേക്കാണ് വിളിക്കുന്നത്, എന്താണ് വിളിക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ലല്ലോ. അതങ്ങ് കൊടുത്തു വിട്ടുപോയി. അതിൽപ്പെട്ട വേറെ ഒന്നാണ് ആ മൊബൈൽ ഫോൺ കൊടുക്കലോടുകൂടി അത് വിളിക്കാനുള്ള എല്ലാ സംവിധാനവും അവിടെ ഓൾറെഡി ഉണ്ടല്ലോ എന്നതുപോലെ അല്ലാഹു തആല കഴിവെല്ലാം അഡ്വാൻസ് ആയിട്ടാണ് പടച്ചു കൊടുത്തിട്ടുണ്ട് എന്ന വാദം. ഇത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ കാലത്ത് ഉണ്ടായിരുന്ന പിഴച്ച കക്ഷികളാണ്. മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു കക്ഷികളുണ്ട്. അവരുടെ ആശയമാണ് അല്ലാഹു തആല കഴിവ് നേരത്തെ കൊടുക്കുമെന്നത്. ശറഹുൽ അഖായിദാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൽ ബഹുമാനപ്പെട്ട ഇമാം സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയാണ്, എന്താ പറയുന്നത്, വൽ ഇസ്തിത്വാഅത്തു മഅൽ ഫിഅലി, കഴിവ് അല്ലാഹു തആല അപ്പോൾ കൊടുക്കുന്നതാണ്. ഖിലാഫൻ ലിൽ മുഅ്തസിലത്ത് എന്ന് പറയുന്ന ഒരു ആശയക്കാർക്കെതിരെ അവരുടെ വാദം എന്തായിരുന്നു? അല്ലാഹു തആല എല്ലാ കഴിവും നേരത്തെ അങ്ങ് പടച്ചു കൊടുക്കും എന്ന ഒരു ആശയമാണ് അവരുടേത്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ ആശയതല്ല, അല്ലാഹു തആല അപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇസ്തിത്വാഅത്ത് വഹിയ ഹഖീഖത്തുൽ ഖുദ്റത്തില്ലതി യകൂനു ബിഹൽ ഫിഅലു, ഒരു പ്രവൃത്തി ഉണ്ടാകാൻ ആവശ്യമായ യഥാർത്ഥത്തിലുള്ള ഖുദ്റത്ത് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ മനുഷ്യൻ ഇഖ്തിയാർ ചെയ്യുമ്പോൾ അല്ലാഹു തആല അപ്പോൾ പടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്ന എൻ്റെ ഈ കഴിവ് അല്ലാഹു അപ്പോൾ തരുന്നതാണ്. ഈ വാദത്തിനെതിരാണ് ഈ കള്ളത്തൊരീഖത്തിന്റെ ഒരു മൗലവി കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങൾക്കെതിരെ പച്ചക്കളവ് മാത്രം പറഞ്ഞു നടക്കുന്ന ഒരു പുത്തൻവാദിയായ മൗലവിയുണ്ട്. അദ്ദേഹം പ്രമാണവിരുദ്ധമായ ഒരുപാട് ആശയങ്ങൾ കിതാബ് തിരിയാതെ നമ്മുടെ ഉലമാഇനെതിരെ 10-12 വർഷമായി പറഞ്ഞു നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വാദമാണിത്. രണ്ടാമത്തെ വാദം എന്ന് പറയുന്നത് എന്താണ്? മഹാന്മാരായ ഔലിയാക്കൾക്ക് നമ്മൾ നേരത്തെ ഒരുപാട് കിതാബുകൾ വായിച്ചു. അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് അവർ നിമിത്തമായി അള്ളാഹു സഹായിക്കുമെന്നാണ്. ഇതാണല്ലോ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. അപ്പം മഹാന്മാർ സഹായിക്കുമെന്ന് പറഞ്ഞത് മജാസാണ്. അതേ ഹഖീഖത്തൻ യഥാർത്ഥത്തിൽ വൽ മസ്ഊലു ഫിൽ ഹഖീഖത്തി ഹുവല്ലാഹ്, യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ ചോദിക്കപ്പെടുന്നവൻ അള്ളയാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, മുസ്ലിമീങ്ങളുടെ വിശ്വാസം. എന്നാൽ മഹാന്മാരുടെ കഴിവ് അത് സിയം വലിയുല്ലാഹി തങ്ങളുടെ പേര് പറഞ്ഞിട്ട് അതാണ് ഏറ്റവും സങ്കടം. ഇവർ ഒന്നേ പറയുന്നത് ത്വരീഖത്തിന്റെ പേരാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീഅത്തിന്റെ നിയമങ്ങളെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്തതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്. സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്തതിനാണ് ത്വരീഖത്ത് എന്ന് പറയുന്നത്.
ഇവർ ത്വരീഖത്ത് എന്ന് പറഞ്ഞ് എല്ലാ ആലിമീങ്ങളും ചീത്ത പറയാം, എല്ലാ ആലിമീങ്ങൾക്കെതിരെയും ഇല്ലാത്തത് പറയാം, സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളെ മുഴുവനും ദുർവ്യാഖ്യാനിക്കാം, ത്വരീഖത്തിന്റെ പേര് പറഞ്ഞു. അതിന് മഹാന്മാരായ ഔലിയാക്കളുടെ പേര് പറയാം. CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങൾ സഹായിക്കുമെന്ന് പറഞ്ഞാൽ ഹഖീഖത്തൻ സഹായിക്കുമെന്നാണ് ആ കള്ളത്വരീഖത്തിന്റെ ആ പിഴച്ച മൗലവി പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് വിശ്വസിച്ചുകൊണ്ടാണെങ്കിൽ അത് ശിർക്കിലേക്ക് എത്തിക്കുന്ന വാദമല്ലേ? യഥാർത്ഥത്തിൽ സഹായിക്കുന്നവൻ അല്ലാഹയല്ലേ? പിന്നെയോ CM വലിയുല്ലാഹി തങ്ങൾ സഹായിക്കുമെന്ന് പറയുന്നത് അവിടുന്ന് സബബാകും എന്ന അർത്ഥത്തിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ അർത്ഥത്തിൽ ശിർക്കിലേക്ക് വരെ എത്തിക്കുന്ന വാദമാണ് ഈ പുത്തൻവാദികളുടെ വാദം. മറ്റൊന്ന്, ഈ മൗലവിമാര് പറയുന്നത് മഹാന്മാരായ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളായ ഔലിയാക്കളെ പരിഹസിക്കുക, അവരെ നിന്ദിക്കുക, അവരെ പേരിൽ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും കേൾക്കണമെന്ന് പോലും ആഗ്രഹിക്കാത്ത വാദമാണ് ആ മഹാന്മാരുടെ പേരിൽ പറയുന്നത്. CM വലിയുല്ലാഹി തങ്ങൾ ആലം എന്നതിൽ എന്തെല്ലാം പെട്ടു, അതിൻ്റെ എല്ലാം മുദബ്ബിറാണ് CM മടവൂർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് എന്നാണ് ആ ദുർവ്യാഖ്യാനത്തിന്റെ വീരനായ കള്ളത്വരീഖത്തിന്റെ മൗലവിയായ ആ മൗലവി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CM വലിയുല്ലാഹി തങ്ങൾ ഇവിടെ ദർസ് നടത്തിയ വലിയ മുദരിസായിരുന്നു, വലിയ മഹാനായിരുന്നു. നമ്മളെല്ലാവരും നമ്മുടെ ആവശ്യമുണ്ടാകുമ്പോൾ നമ്മൾ ഓടിപ്പോകുന്നതാണ് മഹാനവരുടെ മഖബറ. ആ മഹാനവറുകൾ അക്കാലത്തെ ഖുതുബായിരുന്നു, ഇതിലൊന്നും ഒരാൾക്കും തർക്കമില്ല. എന്നാൽ CM വലിയുല്ലാഹി തങ്ങളാണ് ആലമ എന്ന് പറയുന്നതിൽ എന്തെല്ലാം പെട്ടു. അത് മാസിവൽ ബാരി തആല, അതാണല്ലോ ആലം എന്ന് പറയുന്നത്. അല്ലാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും നിയന്ത്രണം തദ്ബീർ CM വലിയുല്ലാഹി തങ്ങൾക്കാണെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, CM വലിയുല്ലാഹി തങ്ങളെ ഇതിലപ്പുറം പരിഹസിക്കുന്ന വാചകം പിന്നെ ഏതാണ്? നമ്മളവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതുവരെ മറുപടിയൊന്നും ആ മൗലവി തന്നിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഉത്തരം മുട്ടിയപ്പോ മൗലവി ചില ചാവേറുകളെ, കിതാബിന്റെ ഹർഫ് പോലും ഹർക്കത്തിടാത്ത, ഒരു വരി പോലും വായിക്കാൻ കഴിയാത്ത, മീസാന് പോലും മുഴുവനായി ഓതാത്ത ചില ചാവേർ പല്ലി വാലു മുറിച്ച് ഓടുന്നത് പോലെ ആ മൗലവി ഓടിപ്പോയതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, എന്താണ് CM വലിയുല്ലാഹി തങ്ങളാണ് അല്ലാഹു അല്ലാത്ത എല്ലാറ്റിൻ്റെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അത് അഖലിയായ മുഹാലല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ വിമർശിക്കാൻ യുക്തിവാദികൾക്ക് വടികൊടുക്കുകയാണ്. CM വലിയുല്ലാഹി തങ്ങൾ അവിടെ നിന്ന് ഉണ്ടായത് അള്ളാഹുവിന്റെ തദ്ബീർ അനുസരിച്ചല്ലേ? ആ തദ്ബീറും CM വലിയുല്ലാഹിതാണ് എന്നാണോ അവർ പറയുന്നത്? എങ്കിൽ അത് മുഹാലല്ലേ മൗലവി? ഇനി പറയട്ടെ, CM വലിയുല്ലാഹി തങ്ങൾ ആലമില്ലാത്ത എല്ലാറ്റിന്റെയും മുദബ്ബിറാണെന്ന് പറയുമ്പോ ആലം എന്നതിൽ പെട്ടില്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടില്ലേ? അപ്പൊ റസൂലുള്ളാഹിന്റെ മുദബ്ബിറാണോ? സർവ്വ അമ്പിയാക്കൾ ഔലിയാക്കൾ സ്വഹാബത്തിന്റെ ഒക്കെ മുദബ്ബിറാണോ? ഇങ്ങനെ മഹാന്മാർക്കില്ലാത്തത്, അവരിഷ്ടപ്പെടാത്തത് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏറ്റവും പിഴച്ച കക്ഷികളാണ് ഈ കുരുവട്ടൂർ എന്ന് പറയുന്ന ടീം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരുപാട് വാദങ്ങൾ, അവരുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ വാദങ്ങളും പിഴച്ചതാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഈ കള്ളത്വരീഖത്തുകാര്, ഇവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നുള്ളത്, നമ്മൾ വളരെ കാലങ്ങളായി നമ്മുടെ ആലിമീങ്ങളൊക്കെ പള്ളി ദർസിൽ ഇവിടെ നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ ഉണ്ട്. ഇവരിൽ നിന്നൊക്കെ നമ്മൾ ഓതി പഠിച്ചതാണ് മന്തിഖ് എന്ന് പറയുന്നത്. മന്തിഖ് പഠിക്കാത്തവന്റെ അറിവിന് ഒരു വസൂഖുല്ല എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഈ മൗലവിമാര് മന്തിഖ് പഠിക്കൂല, മഅനി പഠിക്കൂല. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പറഞ്ഞു, ഞാൻ 2013 വരെയുള്ള പറഞ്ഞതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു 2013 മുതൽ 20 വരെയുള്ളതൊക്കെ ക്യാൻസൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി അടുത്ത വഹി എപ്പോഴാണ് ഇറങ്ങുന്നത് പറയാൻ കഴിയൂല. ഇപ്പൊ 20 മുതൽ 24 വരെയാണ്, 4 കൊല്ലാണ് ആയത്. അപ്പോൾ ഇനി അതുവരെയുള്ളത് എപ്പോഴാണ് ക്യാൻസൽ ആകുന്നതെന്ന് പറയാൻ കഴിയൂല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മൗലവിന്റെ കൂടെ നിങ്ങൾ എന്ത് വിശ്വസിച്ചിട്ടാണ് നടക്കുന്നത്? ഈ മൗലവി പറയാണ് മന്തിഖ് പഠിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, CM വലിയുല്ലാഹി തങ്ങൾ മന്തിഖ് പഠിപ്പിച്ചിട്ടുണ്ട്, ദർസ് നടത്തിയിട്ടുണ്ട് എന്നെല്ലാം നോക്കൂ നിങ്ങൾ. ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളുടെ ഒരു സ്മരണികയുണ്ട്. ആ സ്മരണികയിൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്ന ഒരു അനുഭവം ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ അല്ലാഹു തആല ഖബർ സന്തോഷാക്കി കൊടുക്കട്ടെ. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ദർസിൽ ഓതുന്ന സമയത്ത് ഉസ്താദിന്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. എന്താണ്? ഉസ്താദ് അവരുടെ ദർസിലേക്ക് ഒരിക്കൽ വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നു. അള്ളാഹുവിന്റെ വലിയാണ് കാര്യത്തിൽ തർക്കമില്ലല്ലോ. ബഹുമാനപ്പെട്ട AP ഉസ്താദ് അപ്പോൾ ഖുത്ബി ഓതിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. വടകര മുഹമ്മദ് ഹാജി തങ്ങൾ വന്നിട്ട് ചോദിച്ചു, മീറില്ലേ, മീർ ഖുത്ബിയില്ലേ എന്ന് ചോദിച്ചു വാങ്ങി. ബഹുമാനപ്പെട്ടവർ അരമണിക്കൂറോളം അത് ദർസ് നടത്തി കൊടുത്തു. അപ്പൊ എല്ലാ ഔലിയാക്കളും എല്ലാ മഹാന്മാരും ദർസ് നടത്തിയ പ്രധാനപ്പെട്ട ഒരു ഫന്നാണ്
ഈ മന്തിഖ് എന്ന് പറയുന്നത് യുക്തിവാദികളെയും നിരീശ്വരവാദികളെയും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ശരിക്കും പഠിപ്പിക്കുന്നതാണ് മന്തിഖ്. ആ മന്തിഖ് പഠിപ്പിക്കാൻ പാടില്ല എന്നാണ് ഈ മൗലവി പറയുന്നത്. കാരണം അത് പഠിച്ചില്ലെങ്കിലാണ് ഇവരെ കള്ളത്തൊരീഖത്തിലേക്ക് ആളെ കിട്ടുള്ളൂ. അങ്ങനെ തുടങ്ങിയിട്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങൾക്ക് കത്തിവെക്കുന്ന ഒരുപാട് ആശയങ്ങൾ ഈ മൗലവിമാർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. നിരന്തരം വാദം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പുറമെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവർക്ക് എല്ലാ കള്ളത്തൊരീഖത്തുകാരുടെയും ഒരു ശൈലി എന്താണത്? ഈ പറയപ്പെട്ട കള്ളത്തൊരീഖത്തിൽപ്പെട്ട മൗലവിമാർ അവരെന്താണോ ചെയ്യുന്നത് അത് അംഗീകരിക്കണം എന്നാണ്. ഇപ്പോൾ ഈ മൗലവി എന്നെ പ്രസംഗിക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ ക്ലിപ്പുള്ളതാണ്. നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിലും ഞാനുമായി ബന്ധപ്പെട്ട ആ ക്ലിപ്പൊക്കെ തരുന്നതാണ്. ഈ മൗലവി പ്രസംഗിക്കുകയാണ്, ഒരാൾ സ്വർണ്ണമോതിരം ധരിച്ചു, ഏത് കള്ളത്തൊരീഖത്തിൽപ്പെട്ട ഒരു മൗലവി. എന്നാൽ നിങ്ങളെ കിതാബേറ്റ് അങ്ങോട്ട് പോകാൻ പാടില്ല, ശരീഅത്തിന്റെ നിയമത്തെ അങ്ങോട്ട് പോകാൻ പാടില്ല. പിന്നെയോ അത് റസൂലുള്ളാഹി തങ്ങൾ നേരെ അവർക്കാണ്ട് പറഞ്ഞു കൊടുത്തതാണെങ്കിലോ എന്ത് സുഖാന്നറിയോ? അപ്പോൾ എന്ത് തോന്നിയാസം ചെയ്താലും അതിനെയൊന്നും നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന വാദം ഉന്നയിക്കുന്നവരാണ് ഈ കള്ളത്തൊരീഖത്ത്. അങ്ങനെയുള്ള വാദം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ചുണക്കുട്ടികൾ പ്രമാണബദ്ധിതമായി നേരിടുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ട. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. ഇനിയോ വേറെ ഒന്നാണ്, നിങ്ങൾ ആര് സ്വപ്നം കാണുകയാണ്? ഈ മൗലവിമാരെ സ്വപ്നം കാണുകയാണ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും സ്വപ്നം കാണുകയാണ്, ഞാൻ റസൂലുള്ളാഹിയാണ് എന്ന് അയാൾ പറയുന്നുണ്ടോ? അത് റസൂൽ തന്നെയാണ്. അതെന്തിനാ പറയുന്നതെന്ന് അറിയോ നിങ്ങൾ? ഈ മൗലവിമാർ, ഈ എല്ലാ കള്ളത്തൊരീഖത്തുകാരും പിശാച്ചിന്റെ സേവയുള്ളവരായിരിക്കും. ശൈത്വാനെ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങുന്നവരാണല്ലോ. അപ്പൊ ഈ പിശാച്ച് വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് റസൂലാണ് നിങ്ങൾ ആ ത്വരീഖത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ഈമാൻ തെറ്റിച്ച് ത്വരീഖത്ത് വലുതാക്കാൻ വേണ്ടിയുള്ള ഒരു കൂടെ തന്ത്രമാണ്. അങ്ങനെ പച്ചക്കള്ളം പിശാച്ച് വന്ന് പറയും. അതെല്ലാ ഇമാമുകളും പറഞ്ഞതാണ്, നമുക്കെല്ലാവർക്കും അത് അറിയുന്നതാണ്. എന്നാൽ പിശാച്ച് അങ്ങനെ കള്ളം പോലും പറയൂല. പിശാച്ചിനെ വെളുപ്പിച്ചെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെ പിശാച്ച് കള്ളം പോലും പറയൂല എന്ന വാദം ഉന്നയിച്ച് സ്വപ്നത്തിൽ പിശാച്ചിനെ അയച്ച് ഇവരുടെ കള്ളത്തൊരീഖത്ത് നിലനിർത്താനുള്ള തന്ത്രമാണ്. അങ്ങനെ ഒരു ഇമാമുകളും പറഞ്ഞിട്ടില്ല. സുന്നത്ത് ജമാഅത്ത് കാലങ്ങളായി നമ്മുടെ ഇമാമുകൾ വിമർശിക്കുകയും അതിനെതിരെ കിതാബ് എഴുതുകയും ചെയ്ത വാദങ്ങളെല്ലാം നിരത്തിവെച്ച് വാദിക്കുന്നവരാണ് ഈ കള്ളത്തൊരീഖത്തുകാരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഈ കള്ളത്തൊരീഖത്തുകാര് ഉയർത്തുന്നത്. അങ്ങനെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് നിരക്കാത്ത ഒരുപാട് വാദങ്ങൾ ഇവിടെ ഒരുപാട് പുത്തൻവാദികൾ വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കൂട്ടം പുത്തൻവാദികളാണ് ഇത്തരക്കാർ. അത്തരത്തിലുള്ള ഒരു കള്ളത്തൊരീഖത്തിലും പ്രിയപ്പെട്ട സഹോദരങ്ങൾ വിട്ടുപോകരുത്. നമുക്ക് നേതൃത്വം നൽകിയത് താജുൽ ഉലമയുണ്ട്, ഇപ്പൊ നമുക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയുണ്ട്, റഈസുൽ ഉലമയുണ്ട്, കോട്ടൂർ ഉസ്താദുണ്ട്. അങ്ങനെ നമ്മുടെ തലമുതിർന്ന ആലിമീങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് കീഴിൽ അടിയുറച്ച് നിന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജിവാറിലെത്തണം, നമുക്ക് അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തണം. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. സംവാദത്തിനൊക്കെ നിൽക്കട്ടെ, നമുക്കാദ്യം മുഖാമുഖം. സംവാദത്തിനൊക്കെ കുറച്ച് യോഗ്യത വേണം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞവരാണ്. കൃത്യമായിട്ട് എല്ലാവർക്കും നമ്മൾ അവസരം കൊടുത്തിട്ടുണ്ട്, ആവർത്തിച്ച് മറുപടിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അവസരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മൈക്ക് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള പ്രശ്നത്തിനൊന്നും നിൽക്കരുത്. വിഷയത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ നിരത്തിയുള്ള മറുപടി കൃത്യമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെറുതെ വന്ന് പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഒരാളും നടത്തേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പറഞ്ഞാൽ പിശാച് ഇളകും എന്നതിൻ്റെ നേർ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന എല്ലാ പിഴച്ച മുഅ്തസിലി വാദങ്ങൾക്കും നിങ്ങളുടെ കള്ളത്തൊരീഖത്തിന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ആശാന് ഓരോ ദിവസവും അക്കമിട്ട് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനെ തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന കിതാബും അതിനപ്പുറമുള്ള കിതാബും പൊന്മള ഉസ്താദ് പറഞ്ഞതും ഈ കിതാബ് പൊന്മള ഉസ്താദ് എഴുതിയ ഷാഫി മദ്ഹബും അതെല്ലാം ഞങ്ങളുടെ കയ്യിലുമുണ്ട്. നിങ്ങളെ കള്ളത്തൊരീഖത്ത് പ്രചരിപ്പിക്കാനുള്ള വേദിയായി ഞങ്ങളെ മുഖാമുഖം ഞങ്ങൾ അനുവദിച്ചു തരൂല. അഭിവന്ദരായ സുൽത്താനുൽ ഉലമ, അഭിവന്ദരായ റഈസുൽ ഉലമ, അഭിവന്ദരായ കോട്ടൂർ ഉസ്താദ് 40ഓളം വരുന്ന ഔലിയാക്കൾ സ്ഥാനത്ത് നിൽക്കുന്ന മഹാരഥന്മാരായ നമ്മുടെ മുഴുവൻ പണ്ഡിതന്മാരും പിഴച്ചവനാണ് എന്ന് അവൻ
ചേകനൂരാകുമെന്നും അവൻ കുഫ്രിയത്തിലേക്ക് പോകുമെന്നും അവൻ കള്ളത്തൊരീക്കത്തുകാരാണെന്നും അവന്റെ പേര് വെച്ച ഒരു സഖാഫി അഭിവന്ദനായ റഈസുൽ ഉലമയുടെ സാന്നിധ്യത്തിൽ വന്നപ്പോൾ എന്താണ് നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പേര് ഈ കള്ളത്തൊരീക്കത്ത് മൗലവിയുടെ പേരാണെന്ന് പറഞ്ഞപ്പോൾ ആ പേര് മാറ്റിയിട്ട് എൻ്റെ സമീപത്ത് വന്നാൽ മതി എന്ന് ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത അഭിവന്ദനായ റഈസുൽ ഉലമ നിങ്ങളുടെ ആശാനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറഞ്ഞത് നാളെ വൈകുന്നേരമാകുമ്പോഴേക്കും മാറ്റി പറയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മൗലവി പറഞ്ഞ എത്ര കള്ള ആശയങ്ങൾ ഇവിടെ പറയുകയുണ്ടായി. അല്ലാഹു ഒരു വലിയന് ഒരു സംഗതി കൊടുത്താൽ മൊബൈൽ കൊടുത്തതുപോലെയാണ്, പിന്നെ റബ്ബിന് അതിൽ ഇടപെടാൻ പറ്റില്ല എന്ന പിഴച്ച ആശയം കുഫ്രിയത്ത് പ്രചരിപ്പിക്കുന്ന നിങ്ങളുടെ ആശയങ്ങൾക്ക് നിങ്ങളെക്കാളും വലിയ മൂത്താപ്പന്മാരെ സംവാദത്തിന് ഞങ്ങൾ കണ്ടതാണ്. മിനിഞ്ഞാന്ന് നിങ്ങളുടെ വേദിയിൽ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ഒരു മിനിറ്റും ഒരു സെക്കൻഡും അതിനപ്പുറത്ത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ് മൈക്ക വലിച്ചു വാങ്ങിയ നിങ്ങളെ ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ആശാൻ പറഞ്ഞത്, ഇവിടെ അഭിവന്ദനായ അസീസ് സഖാഫി പറഞ്ഞത് അത് ശരിയാണ് എന്നത് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവസരം നിങ്ങൾക്ക് തരും, അതിന് യാതൊരു സംശയമല്ല. നിങ്ങളെ തല തൊട്ടപ്പം മൂത്താപ്പന്മാര് വന്നാലും ഞങ്ങൾ ഇവിടെ പിന്തിരിഞ്ഞു പോകുന്ന പ്രശ്നമല്ല. നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം മറുപടി പറയും. അവിടെ ഇരിക്കും, മറുപടി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവിടെ മുജാഹിദിന്റെ പിഴച്ച ആശയങ്ങളെ, ഇവിടെ ബിദ്അത്തുകാരന്റെ, വഹാബിയുടെ, മൗദൂദിയുടെ പിഴച്ച ആശയങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുമ്പോൾ, ഇവിടെ ബിദ്അത്തിനെ തകർക്കാനുള്ള മുഖാമുഖം നടത്തുമ്പോൾ, ആ ബിദ്അത്തിനെതിരെയുള്ള വാളുകളായി, ആ ബിദ്അത്തിനെതിരെയുള്ള കണ്ടഘോടാലികളായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പടനായകന്മാർ പടനയിക്കുമ്പോൾ അവരെ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ വഹാബികളും സലഫികളുമാക്കി വഹാബികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന, യുക്തിവാദികളുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുന്ന, ചേകനൂരിസത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, കുഫ്രിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കക്ഷികളെ കുറിച്ച് എന്ത് പറയാനാണ്? അപ്പൊ കണ്ടോ, ബേജാറാലി ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരോടും പറയാണ്ട്. ഇനി നടക്കുന്ന എല്ലാ മുഖാമുഖങ്ങളിലും കുരുവട്ടൂരിസത്തെ കുറിച്ച് 3 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാവുന്നതാണ് എന്ന് ഇതിനാൽ അറിയിച്ചു കൊള്ളുന്നു. അപ്പോൾ കുരുവട്ടൂരിസത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ അപസ്മാരം ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത മുഖാമുഖങ്ങളിൽ 3 ചോദ്യം 5 ചോദ്യം ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും, ജാഗ്രത എന്നറിയിക്കുന്നു. നിങ്ങൾ ഒച്ച ഉണ്ടാക്കേണ്ട, നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരാം. ഇതൊക്കെ ഇളകും, അതൊക്കെ ഇവിടെ ഉണ്ട്, ഞങ്ങളേക്ക് ഉണ്ട്. നിങ്ങളാ കൊടുന്നതൊക്കെ ചോദിക്കാനുള്ള അവസരം തരികയാണ്. നിങ്ങൾ ആരും ഒച്ച ഉണ്ടാക്കരുത്, വെറുതെ ബഹളം വെക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വെറുതെ ബഹളം വെക്കല്. എന്താണ് ഒരു മുഖാമുഖം നിങ്ങൾ ബഹളം വെച്ചാൽ എങ്ങനെ? എന്താ നിങ്ങൾ ഇത് ഞങ്ങൾ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് SYS സംഘടിപ്പിച്ച മുഖാമുഖമാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഞങ്ങൾ യഥേഷ്ടം തന്നു അല്ലേ? ഒരു ചോദ്യത്തിന് മറുപടി 3 വട്ടം തന്നു. ഗ്രാഹ്യ ശക്തി വളരെ കുറഞ്ഞ ആളുകളാണ്, ഞാൻ കുറ്റപ്പെടുത്തല്ല. ഒരു ചോദ്യത്തിന്റെ മറുപടി 3 തവണ പറയേണ്ടി വന്നു. ആവാം, ഇനിയും ഞങ്ങൾ തരും എന്നാ പറയുന്നത്, തരൂലെന്നല്ല, തരും, അവസരം നൽകുകയാണ്. നിങ്ങൾക്ക് തന്നെയാണ് ഇനി അവസരം. അതിന് നിങ്ങൾ വെറുതെ ബഹളം വെക്കരുത്. ഒരാൾ മറുപടി പറയുമ്പോഴേക്ക് അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് എന്ന് കരുതി എല്ലാം കൂടി ബഹളം വെച്ചാൽ എങ്ങനെ? അത്ര മോശമാവരുത്, നിങ്ങൾ അത്ര താഴരുത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം തരികയാണ് ഞങ്ങൾ. അതിന് നിങ്ങൾ ബഹളം വെച്ചാൽ എങ്ങനെ തരിക? ഒരാൾക്ക് ഒരു ചോദ്യം, അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം. ഞങ്ങൾക്ക് ഇതിലൊരു പ്രശ്നേ ഇല്ല. നിങ്ങളെ എല്ലാ ചോദ്യത്തിനും മറുപടി ഇവിടെ റെഡിയാണ്. ഞങ്ങളൊന്നും പറയേണ്ട, കുട്ടികളെന്ന് പറഞ്ഞാൽ മതിച്ചിട്ടാണ് ഇപ്പത്, മനസ്സിലായില്ലേ? അതിലൊന്നും നിങ്ങൾ ഒരു ബേജാറുമില്ല. ഞങ്ങളിത് പഠിച്ചിരിക്കുകയാണ്. പക്ഷേ ബഹളം വെക്കരുത്. ഇത് ഞങ്ങൾ SYS സംഘടിപ്പിച്ച പരിപാടിയാണ്. അതിന് നിങ്ങൾ ബഹളം വെക്കരുത്. നിങ്ങൾ ചോദിക്കാൻ വന്നോലാണ്. അപ്പോൾ ആ മാന്യത നിങ്ങൾ കീപ്പ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഇവിടെ നടത്തിയത് ആ മാന്യതയാണോ? നിങ്ങൾ പറയും 5-8 ആളുകൾ ഒന്നാകെ ബഹളം വെക്കുക എന്നുള്ള ഒരു സഭയോട് ചെയ്യേണ്ടുന്ന ഉണ്ടല്ലേ? മൈക്ക തരേണ്ട സമയത്തല്ലേ തരിക? മൈക്ക തരേണ്ട സമയത്ത് തരും. ഒരാൾ പ്രസംഗിക്കുമ്പോൾ മൈക്ക് ഒന്നാകെ തരല. നിങ്ങൾ ഒരു സഭയോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം.
ഇവിടെ എല്ലാ ആളുകളും ഇത് ചിന്തിക്കുന്നുണ്ട്. നല്ല തമാശ. ചോദിക്കേണ്ട സമയത്തും മൈക്ക് തരേണ്ട സമയത്തും മൈക്ക് തരും. ഞങ്ങൾക്ക് ഇവിടെ ഒരു പേടിയില്ല, അരപ്പേടിയില്ല. ഒരു കഥയുമില്ലാത്ത വിവരമില്ലാത്ത ഈ കുരുവട്ടൂരിസത്തിന്റെ ആളുകൾ വരുമ്പോൾ ഞങ്ങൾ എന്തിനു പേടിക്കണം? പക്ഷെ ഞങ്ങൾ കുറച്ച് പറയും. ആ പറച്ചിൽ കഴിഞ്ഞതിന് ശേഷമാണ് മൈക്ക് തരാൻ പോകുന്നത്. അത് പറഞ്ഞപ്പോഴും നിങ്ങൾക്ക് എന്താ ഒരു ബേജാറിങ്ങനെ? നിങ്ങൾ കിടന്നിങ്ങനെ അപസ്മാരടക്കാൻ പാടില്ല. അതൊക്കെ നമുക്ക് സമയമാവുന്നുള്ളൂ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി എല്ലാ മുഖാമുഖത്തിലും കുരുവട്ടൂരിസത്തെ കുറിച്ചുള്ള മുഖാമുഖവും ചോദ്യോത്തരാണ് ഇൻഷാ അല്ലാഹ് നടക്കാൻ പോണത്. അങ്ങനെ ഞങ്ങൾ വിടും. നിങ്ങൾ കരുതണ്ട. നിങ്ങളെ ഈ ജഹാലത്ത് നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് മാറുള്ളൂ ഇൻഷാ അല്ലാഹ്. ചോദിക്കുക. ആരാ നിങ്ങളെ ചോദിക്കണേ? മൈക്ക് കൊടുക്കുക. ആൾക്ക് ഈ തൊപ്പി വെച്ച ആൾക്ക് മൈക്ക് കൊടുക്കി. ഇയാളെ ചോദിക്കണേ? ഇയാളെ ചോദിക്കട്ടെ. ബാറക്കല്ലാഹു ഫീക്ക്. ചോദിക്കും. ഒരാൾ ചോദിക്കട്ടെ. അങ്ങനെയല്ല, ഇതിനൊരു ഒരു മാറ്റത്തല്ലേ ഇത്. ഞങ്ങൾ ഇവിടുന്ന് മറുപടി ചെയ്യുമ്പോൾ 5-8 ആൾ ഒന്നാകെ ബഹളം വെക്കുക. ഇത് നല്ലതിനല്ലാന്ന് ഏതാർക്കാ അറിയാത്തത്? ഞങ്ങൾ ചോദിക്കാൻ പറയുക, അവസരം തരും. അപ്പോൾ ചോദിക്കുക. ചോദിച്ചോളി, ഞങ്ങൾ മറുപടി പറയാൻ റെഡിയല്ലേ? നമ്മൾ ചോദിക്കുക. മൈക്ക് തരണീനെന്താ? ഇയാൾ കൊടുക്കി. ആ വെള്ള കുപ്പായിട്ട് ആൾക്ക് കൊടുക്കി. ആൾ ചോദിക്കട്ടെ. എല്ലാവരും കൂടി ഒരാൾക്ക് ചോദിക്കാൻ അവസരം. ഒരാൾ മാത്രം വളരെ ശാന്തമായിട്ട്, ഒരു പ്രകോപനവുമില്ല, വളരെ ശാന്തമായിട്ട്. കള്ളത്തൊരീക്കത്ത് നിന്ന് ഇവിടെ കുറേ പറഞ്ഞു. പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു കുരുവട്ടൂരിൽ ത്വരീക്കത്തൊന്നും പറഞ്ഞിട്ടില്ല, ത്വരീക്കത്തൊന്നും അവളെ പറ്റി പറയണ്ടെന്ന്. ത്വരീക്കത്തില്ലാതെ പിന്നെ കള്ളത്തൊരീക്കത്ത് എങ്ങനെ ഉണ്ടാണെന്ന് നമുക്കറിയില്ല. വേറെ കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനാ മറുപടി പറഞ്ഞിട്ട് രണ്ടാമത്തെ കാര്യം, അത് അന്നത്തെ കാര്യമാണ്. ഇന്നിപ്പോൾ തരീക്കത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കള്ള തരീക്കത്ത് എന്ന് പറഞ്ഞത്. വഴലമോ ഉമ്മത്ത മുഹമ്മദ്. ഇനി അടുത്ത കാര്യം ബൈക്ക് ഓരോന്നിങ്ങനെ പറയട്ടെ. നമ്മൾ നല്ല റെഡിക്ക്. ഇനി അടുത്ത കാര്യം, അബ്ദുൽ അസീസ് സക്കാഫി ഇവിടെ ആ മറുപടി വിശദീകരണത്തിലെ അത്രയും സമയം കുരുവട്ടൂര് എന്ന് വിശേഷിക്കുന്ന ഞങ്ങളെയാണല്ലോ. ഞങ്ങൾ നൗഷാദ് അഹ്സനി ഉസ്താദിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു. അവർക്കത് സത്യമായിരിക്കാം. ആ വിഷയത്തിൽ ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങളും ആ വിഷയവുമായി സംബന്ധിച്ച് അതിൻ്റെ നിജസ്ഥിതികളും പ്രമാണം വെച്ച് മാറ്റുരക്കാൻ ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാ. ഇപ്പോഴല്ല. ഈ മുഖാമുഖത്തില് കൃത്യമായ ചോദ്യം വരുമ്പോൾ കൃത്യമായ മറുപടിയാണ്. ഇനി സംവാദം ആരോടാ വേണ്ടത്? സംവാദം വേണമെങ്കിൽ കൃത്യമായ നിലപാട് വേണ്ടേ? ഇതാ സംവാദം അങ്ങ് തുടങ്ങി, പകുതി ആവുമ്പോഴേക്ക് ഇതാ എനിക്ക് ഹദറത്തുനിന്ന് വിവരം കിട്ടി, അതുവരെ ഉള്ളതൊക്കെ മാറ്റണം. ഞങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അപ്പൊ സംവാദം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം എന്താണ് ഒരു ആശയം ഉണ്ടാവും. ഞങ്ങളുടെ ആശയം ഇന്നതാണ്, അതിൻ്റെ പ്രമാണം ഇന്നതാണ് എന്ന് പറയുമ്പോൾ അത് കൃത്യമായ ഒരു നിലപാട് ഉള്ളവരാണെങ്കിൽ സംവാദത്തിന് ഓക്കെ. അപ്പം ഇനി നമുക്ക് ഒരു കണ്ടീഷൻ, ഈ പറഞ്ഞത് ഇനി മാറ്റൂല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ വ്യവസ്ഥയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് സംവാദവുമാകാം. അപ്പം ഇപ്പം നമുക്ക് സംവാദത്തിൻ്റെ വിഷയമല്ല, ഇപ്പം മുഖാമുഖത്തിൻ്റെ വിഷയമാണ്. നമ്മളിവിടെ ഈ കുരുവട്ടൂർ കള്ളത്തൊരീഖത്ത് പ്രമാണവിരുദ്ധമായി പറഞ്ഞ ഒരുപാട് ആശയങ്ങൾ എണ്ണി പറഞ്ഞു. അതിൻ്റെ മറുപടി നമ്മൾ കിതാബ് ധരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അതിനെതിരെ ഗണ്ണിക്കാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവര് മുഅ്തസിലത്തിന്റെ ആശയം ഈ ആശയക്കാർ പറഞ്ഞിട്ടില്ലേ? നിങ്ങളാ പറഞ്ഞ മൗലവി പറഞ്ഞിട്ടില്ലേ? അതിന്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ ഷിർക്കിലേക്ക് എത്തിക്കുന്ന വാദം അയാൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അതിന് മറുപടി ഉണ്ടോ ഇല്ലേ? ഞങ്ങളിവിടെ പറഞ്ഞ ആശയം അദ്ദേഹം പറഞ്ഞതാണ്, പ്രചരിപ്പിക്കുന്നതാണ്, കാലങ്ങളായി പറയുന്നതാണ്. അതിനെയാണ് അഹ്ലുസുന്ന വൽ ജമാഅ ഗണ്ണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അങ്ങനെയുള്ള പുകമറ സൃഷ്ടിച്ച് രക്ഷപ്പെടാനൊന്നും നോക്കണ്ട. സുന്നത്ത് ജമാഅത്ത് മറുപടി പറയുമ്പോൾ കൃത്യമായിട്ട് തന്നെ പറയും, ഒരു സംശയവും വേണ്ട. നിക്കേ മൈക്ക് തരൂല എന്ന് പറഞ്ഞിട്ടില്ല, മിണ്ടായിരിക്കും. മൈക്ക് തരൂല പറഞ്ഞിട്ടില്ല. ഇവിടെ അസീസ് സഖാഫി നിങ്ങളെ കള്ളനെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഇന്നത് തെറ്റാണ്, ഇന്നത് എന്തിനങ്ങൾ സംവാദത്ത് ഓടിപ്പോണത്? ഇവിടെ നേരിട്ട് ലൈവായിട്ട് മുഖാമുഖത്തിൽ അസീസ് സഖാഫി നിങ്ങളെ കള്ള ഷെയ്ഖിനെ സംബന്ധിച്ചും അതിൻ്റെ പ്രചാരകനെ സംബന്ധിച്ചും എണ്ണി പറഞ്ഞ സംഗതികളുണ്ട്. ആ പറഞ്ഞത് ഇല്ല എന്ന് പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അല്ലെങ്കിൽ ആ പറഞ്ഞത് തെറ്റല്ല എന്ന് ഓരോന്നെടുത്ത് പറയും. ഓരോന്ന് ആദ്യം ഒന്ന് പറയാം, അതിന് മറുപടി ഓരോന്നെടുത്ത് പറയും. സംശയ നിവാരണല്ലേ? നല്ല റെഡിയാണ്.
ഇപ്പൊ കാര്യങ്ങൾ തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. ആയിക്കോട്ടെ. എല്ലാവരും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇതിൽ ഇടപെടണ്ടാച്ചിട്ടാണ്. ഈ ഈശ്വര കൊല്ല ഒലക്കെടുക്കലില്ലല്ലോ ഉള്ളത് സത്യം. ഞാൻ നേരത്തെ പറഞ്ഞത് അത് എന്താണ് ഞാൻ പറയുമ്പോൾ നിങ്ങൾ മൈക്ക് എടുക്കരുത്. സോറി, ഞാൻ മൈക്ക് പറയുമ്പോൾ മൈക്ക് എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് മൈക്ക് അല്ലേ എന്താ അറിയോ, രണ്ടാൾ കൂടി ബഹളം വെക്കുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾ കാട്ടിമാരി ആവും, പിന്നെയും വീണ്ടും ആവർത്തിക്കും. അപ്പോൾ അത് വേണ്ട. ഞാൻ പറയുന്നത് ഇപ്പം ഇയാൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെല്ലാവരും പാടെ 4-5 ആളുകൾ 5-6 എത്രയെന്നാവും കുറേ കിതാബും രേഖയൊക്കെ ഇങ്ങനെ പൊന്തിക്കുന്നുണ്ട്, ഞങ്ങളെയൊക്കെ ഉണ്ട് കണ്ട്. എന്നാൽ നമുക്ക് അതാണ് തീരുമാനമാക്കിയല്ലേ. നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഓരോന്ന് പറയുക തീരുമാനിക്കാൻ പോവാണ്. ഇതപ്പം തീരുമാനിക്കും. അതിലൊന്ന് പറഞ്ഞോളി, ഏതങ്ങൾ പറഞ്ഞാൽ അത് ഇയാൾ കൊടുക്കി തൊപ്പിട്ട ആൾക്കാണ് പിന്നെ കുറച്ച് ദഗത്ത് കൂടുതൽ. അയാൾ പറയട്ടെ. നിങ്ങൾ അല്ലല്ല, ബാക്കിലുള്ളവർക്കല്ല, നിങ്ങൾ ഒരു മിനിറ്റ് എന്താ പറയേണ്ടത് അറിയോ? ഇവിടെ ഇപ്പൊ ഇയാൾ എണ്ണി പറഞ്ഞു. ആ പറഞ്ഞതിൽ ഇന്നത് തെറ്റാണ്, അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞത് ഖുർആനെതിരാണ്, ശരീഅത്തിനെതിരാണ്, പൊന്മള ഉസ്താദ് എഴുതിയ ഷാഫി മദ്ഹബിനെതിരാണ്, മറ്റ് ഗ്രന്ഥങ്ങൾക്കെതിരാണെന്നാണ് നിങ്ങൾ പറയേണ്ടത്. പറഞ്ഞോളി, ഓരോന്ന് പറയാം. നമുക്ക് അടുത്തേക്ക് കിടക്കാം. ഇൻഷാ അല്ലാഹ്. വരട്ടെ. അള്ളാഹുവിന്റെ തദ്ബീർ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് കൈമാറി തുത്തിൽ മുൽക്ക മൻ തശാ എന്ന് പറഞ്ഞുകൊടുത്ത് ആ തദ്ബീർ അങ്ങനെ ദാത്തിയായ തദ്ബീറാണ് കൈമാറുന്നത് എന്നിവിടെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കലും ദാത്തിയായ തദ്ബീർ നെല്ലിക്കുട്ടി പറഞ്ഞു തദ്ബീറു ദാത്തിയോ ഷറഹുൽ മഖാസിദ് എന്ന് എടുത്തിട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് തദ്ബീർ എന്നുള്ളത് മിൻ ഖവാസി, അള്ളാഹുവിൻ്റെ ഖവാസ് ഹുസൂസിൽപ്പെട്ടതാണ്. ആ ഖാസായ തദ്ബീർ ഔലിയാക്കൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ വാദിച്ചിട്ടുണ്ട് എന്ന് പച്ച കളവോടെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഒന്നാമത് ഇതന്നെ അങ്ങനെ അത് നമുക്ക് നടക്കൂല. ഇപ്പൊ കാര്യം തീരുമാനിക്കാൻ പോവാണ്. ഇപ്പൊ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ വിഷയം. അത് ഇവിടെ തീരുമാനിക്കാൻ പോവാണ്. അത് മടക്കനമ്മ ചവിട്ടാൻ നമ്മൾ അനുവദിക്കൂല. ഇവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്ത്, അവിടെ ചവിട്ടുമ്പോൾ അവിടെ പൊന്ത്. ഇല്ല, ഒന്നാണ് തീരുമാനിച്ചിട്ട് അടുത്തേക്ക് ഇറക്കും. നിങ്ങളെ തെതിബീറും നിങ്ങളെ സ്വപ്ന ലോകത്തേക്ക് പാർസലാക്കാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കണ്ടോളൂ. അപ്പൊ ഒന്നാമത്തേത് നമ്മളെ തെതിബീർ പറയട്ടെ, മറുപടി പറയും, എന്നിട്ട് അടുത്തത്. അപ്പോൾ നൗഷാദ് മൗലവി പറഞ്ഞതൊക്കെ ഇവിടെ നിഷേധിക്കാൻ പോകട്ടോ. അയാൾ 10 കൊല്ലം പറഞ്ഞത് അതൊക്കെ ഇവിടെ നിഷേധിക്കാൻ പോവാണ്. അല്ലാഹു തആലയുടെ അധികാരം അത് എന്താണോ ആ അധികാരമാണ് മഹാന്മാർക്ക് കൊടുത്തിട്ടുള്ളത് എന്നാണ് നൗഷാദ് മൗലവി പറഞ്ഞത്. അങ്ങനെ കൊടുത്തിട്ട് അത് ഉണ്ടോന്നില്ല എന്ന് പറഞ്ഞത്. അതെ, അതേ മുസ്തഖിൽ പിന്നെ കൊടുക്കുന്ന ഓരോ മുസ്തഖിൽ പറയട്ടെ. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അല്ലാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അതാണ് പറഞ്ഞത്. മറ്റേ നൗഷാദ് പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമല്ല. ഇയാള് പറഞ്ഞത് എന്താണ്? ദാത്തിയായതല്ല എന്നതിന്റെ മലയാളമാണ് ആലങ്കാരിക പ്രയോഗമല്ല എന്നുള്ളത്. തീരുമാനമായി. ഞാൻ അടുത്തത് പറയും. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം ഞാൻ പറഞ്ഞത് ഈ മൊബൈൽ വാദമാണല്ലോ, അതും കൂടി ഒന്ന് കേൾക്കി. അതെ, അപ്പോൾ ഒരു മൊബൈൽ ഫോൺ കൊടുക്കും പോലെയാണ്. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ എനിക്കിപ്പോൾ ഈ മൗലവി തന്നു, ഈ നിൽക്കുന്ന ഈ ഫാദിലി തന്നു, എനിക്ക് മൊബൈൽ ഫോൺ തന്നു. ആ മൊബൈൽ ഫോൺ തന്നാൽ പിന്നെ ഞാനല്ലേ വിളിക്കുന്നത്? അയാൾ അറിയോ? അയാൾ അറിയുക പോലുമില്ല. എന്നതുപോലെ മഹാന്മാർക്ക് അള്ളാഹു ഒരു കഴിവ് കൊടുത്താൽ ആ കഴിവ് പറയട്ടെ, ഇതൊരു നിങ്ങൾ ഇരിക്കട്ടെ, അവർ കഴിവ് കൊടുത്താൽ ആ കഴിവ് കൊടുക്കുന്നത് പിന്നെ ആർക്ക് തന്നെയാണ്? മഹാന്മാർക്ക് തന്നെയാണ്. മാത്രമല്ല ആ കഴിവെല്ലാം നേരത്തെ അഡ്വാൻസ് ആയി കൊടുക്കും എന്നർത്ഥത്തിലാണ് മൊബൈൽ ഫോൺ പറയുന്നത്. എന്നിട്ട് അയാൾ ഒരു വാക്കും കൂടി പറയുന്നുണ്ട്, ആ മൊബൈൽ ഫോൺ കൊടുത്തവൻ തന്നെയാണ് പിന്നെയും അത് നിയന്ത്രിക്കുന്നതെങ്കിൽ പിന്നെ അത് കൊടുക്കലാകുമോ? അപ്പൊ അല്ലാഹു തആല കൊടുത്തിട്ട് അല്ലാഹു തആല തന്നെയാണ് പിന്നെ നിയന്ത്രിക്കുന്നത് എന്ന് വന്നാൽ പിന്നെ അത് കൊടുക്കലാകുമോ? അപ്പൊ അല്ലാഹു തആലക്ക് കഴിവില്ലാത്ത, അല്ലാഹുവിലെ അജ്സ് അർപ്പിക്കുന്ന ഒരു വാദമാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു വാദം ഇസ്ലാമിലില്ല. അങ്ങനെ അജ്സ് സങ്കല്പിക്കുന്ന ഒരു അല്ലാഹ് ഞങ്ങൾക്കില്ല. അല്ലാഹു എപ്പോഴും ഖദീറായ റബ്ബാണ് ഞങ്ങൾക്കുള്ളത്.
നിങ്ങൾക്കതിന് പറയാനുണ്ടെങ്കിൽ പറയാം. ഇത് നമ്മൾ പരമാവധി സ്വാതന്ത്ര്യം തരുന്നത് എന്തിനാണെന്നറിയോ? ഇത് കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ. അത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല, ദുരുപയോഗം ചെയ്യരുത്. ഞാനിപ്പോ പറഞ്ഞതിൽ എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾക്ക് മൈക്കിൽ പറയാം. നമ്മളിത് വിഷയത്തോട് അടുക്കലുണ്ട്, ജനങ്ങൾക്ക് കാര്യം തീരുന്നുണ്ട്, വിഷയം ബോധ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞതിന് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ള മറുപടി എങ്കിൽ നിങ്ങൾക്ക് പറയാം. അതല്ലാതെ നിങ്ങൾ നാലാളപ്പം നിൽക്കണത് ഇരിക്കുക, അവിടെ ഒരാൾ ചോദിക്കുന്ന ആൾ നിൽക്കുക, എന്നിട്ട് ആൾക്ക് പറയാം. പഴയ സ്വഭാവം വീണ്ടും ആവർത്തിക്കരുത്. ഏത് ലഹത്ത്, നേരത്തെ പറഞ്ഞ മയ്യത്തോണ്ട് പോകുമ്പോൾ ലഹത്തുണ്ടല്ലോ, കയ്യും കാലും അഞ്ചട്ട ആളുകൾ, അത് ഇവിടെ അനുവദിക്കൂല, അത് ശരിയുമല്ല. ഒരാൾ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പറഞ്ഞതിന് മറുപടി അയാളുടെ ക്ലിപ്പ് സഹിതം വെച്ചു മറുപടി പറഞ്ഞു. ഈ പറഞ്ഞത് അയാൾ പറഞ്ഞിട്ടില്ല എന്ന് ഒന്നുകിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ അത് അയാളുടെ ശബ്ദമല്ല എന്ന് പറയണം. ഇത് രണ്ടും പറയാത്ത സ്ഥിതിക്ക് ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങളെ ദുർവ്യാഖ്യാനം നടക്കൂല. കുറെ സ്ഥലത്ത് ഇങ്ങനെ ഒരു കൂട്ടം കൂടി ഒരു റൗഡികളെ പോലെ വന്ന് കഴിഞ്ഞ പെരിന്തൽമണ്ണ മുഖാമുഖത്തിൽ അത് കച്ചറയാക്കാൻ വന്നതാ. ഞങ്ങളുടെ പ്രവർത്തകരുടെ സഹിഷ്ണുത കൊണ്ടാണ് നിങ്ങൾ രക്ഷപ്പെട്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ എല്ലാ മുഖാമുഖം, അതാ ഞാൻ പറഞ്ഞു, ഇനിയുള്ള എല്ലാ കുരുവട്ടൂരിസത്തെ കുറിച്ച് പ്രവർത്തകർ എവിടെ ഉണ്ട് എല്ലാവരും ഒരു 3 ചോദ്യമെങ്കിലും ചോദിക്കണം. അത് ഫത്തിഹാക്കിയിട്ട് ഇനി വേറെ വർത്താനുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ ഇവരെ ഇവലൊക്കെ എന്തോ ഒരു അർശമ മുട്ട സംഗതി ഉണ്ട്. ഒരു ചുക്കൂല്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താന്ന് നിങ്ങൾക്ക് തിരിയില്ല. ഇസ്ലാമിക ശരീഅത്തിന്റെ അഖീദ എന്താന്ന് അറിയാത്ത സുഫഹാക്കള ഇവിടെ ലോകത്ത് അള്ളാഹുവിന്റെ നിയമങ്ങളും അള്ളാഹുവിനെ കുറിച്ചുള്ള സിഫാത്തുകളും വിശദീകരിക്കാൻ നടക്കുന്നത്. ഇതുകൊണ്ടാണ് ഞങ്ങൾ ഒരീസെങ്കിലും ഒരു ബക്കാറത്തം നീക്കാൻ തീരുമാനിച്ചിട്ട് എന്നതിന് മെനക്കെട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഈ ചോദിച്ച ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കേൾക്കാം, പറയാം. ഞങ്ങൾക്ക് വേറൊരാളുടെ വോയിസ് വെച്ച് കേൾപ്പിക്കേണ്ടതില്ല. ഒന്നുമില്ല, അയാൾ പറഞ്ഞതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇല്ല, ഞങ്ങൾ ഈ പറഞ്ഞ വോയിസ് അത് അയാളുടേതല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഈ മൊബൈൽ കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഇതല്ലാതെ ഇവിടെ ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ആളുകളെ പ്രസംഗം കൊടുത്ത് കേൾപ്പിക്കാൻ വന്ന് ഒരുമിച്ച് കൂട്ടിയ ആളുകളല്ല ഇത്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്ന് കേട്ട് പറഞ്ഞോളൂ. നമുക്ക് അടുത്ത സ്വപ്നം പറയാനുള്ളതാണ്. ഷാഫി മദ്ഹബ് ഇവിടെ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് പറയാനുള്ളതാണ്. ഇതൊക്കെ ഇങ്ങനെ നീ അക്ഷരം പ്രതി പഠിപ്പിച്ചിട്ടേ ഇവിടുന്ന് വിടുള്ളൂ. നിങ്ങൾ കുറെ കാലായി ഷാഫി മദ്ഹബ് എഴുതിയ എന്റെ ശൈഖുന പൊന്മള ഉസ്താദ് അവറുകളാ. എന്നിട്ട് ഇവർക്ക് എന്താ പൂച്ചക്ക് എന്താ പൊന്നു തൂക്കുന്നിടത്ത്? അത് നല്ല തമാശ പറയണം. നിങ്ങളെ കൂടി അത് പഠിപ്പിക്കാൻ നിൽക്കാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് രണ്ടാമത് പറയും. അടുത്തിലേക്ക് ഇറക്കാൻ പോണ്. ഷാഫി മദ്ഹബും സ്വപ്നാണ് രണ്ടാമത്തത്. പറയട്ടെ, ഇത് പറയും. കൊടുക്കി, മൈക്ക് കൊടുക്കി. ക്ലിപ്പല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. വേറെ ആരുടെയെങ്കിലും ക്ലിപ്പ് കേൾക്കേണ്ട ദുർഗതിയൊന്നും ഇവിടെ ഞങ്ങൾക്കില്ല. ക്ലിപ്പ് നിങ്ങൾ ക്ലിപ്പിട്ട കാരണത്താൽ അതിൻ്റെ മറുപടി ആ ക്ലിപ്പിൽ പിന്നെ ഇഖ്തിയാർ മൊബൈൽ കൊടുത്ത ഉദാഹരണം പറഞ്ഞതിൽ വജ്ഹ് ശിബുവും ശിബുഹ് പോലും മനസ്സിലാക്കാതെ അവിടെ ഇഖ്തിയാർ ഉണ്ട് എന്നുള്ളത് ആയിക്കോട്ടെ, ഒരു വാക്കുമ പിടിച്ച് അതൊക്കെ പഴയ കലാപരിപാടിയാണ്. ആയിക്കോട്ടെ, ശബഹ് നിങ്ങൾ തന്നെ പറയണം. നിങ്ങൾക്ക് അതിലുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ പറഞ്ഞോളി. ഒരു പ്രശ്നവും കേട്ടോ, ഇവിടെ ഒരു പ്രശ്നവും. ഞങ്ങളെ രോമത്തിന് നല്ല നിലക്കാണെങ്കിൽ നിങ്ങൾ ഒരു രോമത്തിനും പരിക്കേൽക്കൂല, ഉറപ്പാണ്. ഞങ്ങളെ വളണ്ടിയേഴ്സ് അതിന് നിർത്തിയതാ. എന്തിന്? വേറെ ആരെങ്കിലും വന്ന് ഈ ചോദ്യം കേൾക്കുമ്പോൾ പിരാന്ത് പിടിച്ചിട്ട് എന്തെങ്കിലും ചെയ്യണ്ടെന്ന് കരുതിയിട്ട് നിർത്തിയതാ ഞങ്ങളെ വളണ്ടിയേഴ്സിനെ. പൂർണ്ണ സുരക്ഷിതത്താണ് നല്ല നിലക്കാണെങ്കിൽ. അല്ല, നിങ്ങൾ ഈ പരിപാടി കൊളാക്കാൻ നിങ്ങൾ കരുതരുത് എന്ന് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പറയും, നിങ്ങൾക്ക് ഈ പറഞ്ഞ മറുപടിയെ കുറിച്ച് എന്താ പറയാനുള്ളതെങ്കിൽ ആ ഫോൺ അവിടെ വെച്ച് പറഞ്ഞോളൂ. ഫോൺ അവിടെ വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞോളൂ. ഇതാണ് ഇപ്പം നിങ്ങളെ മറുപടിയുടെ കോലം. അപ്പം നിങ്ങൾ കേട്ടില്ലേ? ഇതാണ് മറുപടി. ഒന്നും കയ്യിലില്ല. കുറെ അവരവിടെ പറഞ്ഞു, ഇവിടെ ഇങ്ങോട്ട് പറയുണ്ടെങ്കിൽ എന്നാ മൈക്ക് കൊടുക്കി, മൈക്ക് ഇയാളെ പിടിച്ചു കൊടുക്കി, അയാൾ പറയട്ടെ. അങ്ങനല്ലേ, പറയട്ടെ. ഫോൺ ഉടക്കി. അതെന്താ അറിയോ, മൊബൈലിന്റെ ക്ലിപ്പ് ഇവിടെ ഇട്ടില്ലേ? അപ്പൊ ആ ഇട്ടതിന് അത് ദുർവ്യാഖ്യാനിച്ചത് അതേ ഉസ്താദ്, മൂപ്പര് പറഞ്ഞ അതേ ഉസ്താദ് ഇവിടെ മറുപടി പറഞ്ഞ ക്ലിപ്പ് ഇവിടെ ഉണ്ട്. അല്ല, ആ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചു കഴിഞ്ഞാൽ വ്യക്തമാവും എന്ന് പറഞ്ഞാൽ അത് സൗകര്യം ചെയ്യണല്ലോ. അത് പറയാനുള്ള വിഷയം പറഞ്ഞോളി.
അപ്പൊ നിങ്ങളൊക്കെ കണ്ടോ ഈ ചോദ്യത്തിന്റെ മറുപടി പറഞ്ഞപ്പോ ഇവര് വലിയ സംഗതിയൊക്കെ ആയി വന്നിട്ട് ഒരു മറുപടി ഇപ്പൊ പറയാനില്ല. ഇതാണ് ഇവരുടെ വർത്താനം. മറുപടി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറയേ, മറുപടി പറയാനുള്ളതാ, അത് ഇവിടെ വെക്കാനുള്ളതല്ല. അങ്ങോട്ട് തൊള്ളിയിൽ നാവിടുത്ത് പറയും, കൊടുക്കുമായിക്ക് ആള് പറയട്ടെ, പറയും മറുപടി. അതാ മറുപടി എന്ന് പറയണത്. ആ മറുപടി പറഞ്ഞു വജ്ഹ് ശബഹ്, ഇഖ്തിയാറുണ്ട്, അല്ലാതെ എന്തല്ല ദാത്തിയായ നിയന്ത്രണം പൂർണ്ണമായിട്ടും. മൊബൈൽ ഫോൺ ഞാൻ എൻ്റെ ഈ ചങ്ങായിക്ക് കൊടുക്കുമ്പോൾ, എൻ്റെ ചങ്ങായിക്ക് മൊബൈൽ ഫോൺ കൊടുക്കുമ്പോൾ ആ ഫുള്ള് അധികാരം വിട്ടുകൊടുത്ത് നോക്കി, ആ ഇഖ്തിയാറാണ് അവിടെ ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ തന്നെ ആ അസീസ് സഖാഫി ഉയർത്തിയ ആരോപണത്തെ പൂർണ്ണമായിട്ടും അസീസ് ഖണ്ഡിക്കുന്ന ക്ലിപ്പുണ്ട്, ഇടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എന്താപ്പോ അതെ, നമ്മളെ ആ പിടികൂടി, കഴുത്തിനെന്നെ പിടികൂടി. അപ്പോ കൊണ്ടുവന്ന ഒരു മുടാന്ത ന്യായാണ് ഇഖ്തിയാർ. അതിനാ മൗലവി ഇഖ്തിയാർ എന്താണ് എന്നാണ് ഷറഹുൽ അഖായിദിൽ പറഞ്ഞത്. ഇഖ്തിയാർ എന്ന് പറഞ്ഞാൽ നേരത്തെ കൊടുത്തിടുന്നതല്ല ഇഖ്തിയാർ. അപ്പോൾ അല്ലാഹു തആല കൊടുക്കുന്നതാണ്, നേരത്തെ കൊടുത്തിടുന്നതില്ല. അപ്പൊ നിങ്ങൾ ആ പറഞ്ഞ ഇഖ്തിയാറും അവിടെ സൂട്ടാവൂല. അത് കുടുങ്ങിയപ്പോ ആ മൗലവി പറഞ്ഞ ഒരു മുടന്ത ന്യായാണ്. ഇപ്പൊ അത് നൗഷാദ് മൗലവി എന്ന് പറയുന്ന കള്ളത്തൊരീഖത്തിന്റെ ആള്, അയാൾ ഇങ്ങനെ ഒരു പൊട്ട ആശയം, മുഅ്തസിലത്തിന്റെ ആശയം പറഞ്ഞിട്ടില്ല എന്ന് ഇവർക്ക് പറയാനില്ല. പിന്നെയോ അത് അങ്ങനല്ല ഇങ്ങനെയാണ്, അതിനൊരു ഇഖ്തിയാർ കൊടുത്ത് നോക്കുമ്പോൾ ആ ഇഖ്തിയാറും മുഅ്തസിലത്തിന്റെ ആശയം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞു വെച്ച് വിട്ട ആശയം ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറുക, തൗബ ചെയ്ത് നന്നാകാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ കിടന്ന് ഉരുണ്ടത് കൊണ്ട് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശരി, അപ്പൊ അതിന്റെ തീരുമാനം റെഡിയായി. ഇഖ്തിയാർ ഉണ്ടെങ്കിലും അത് നേരത്തെ കൊടുത്തു വെച്ചതാണെന്നാ പറഞ്ഞത്. ഈ കൊടുത്തു വെക്കുക എന്ന് പറഞ്ഞാൽ മുഅ്തസിലത്തിന്റെ വിശ്വാസമാണ്. ഷറഹുൽ അഖായിദ് ഓതുന്ന എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ ഒരു ഫോൺ ഉണ്ട് ഞങ്ങൾ സമ്മതിച്ചു, അത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് മറുപടി ആവൂല. ഇനി രണ്ടാമത്തെ ആൾ നിങ്ങൾ ചോദിക്കും, എന്താ ചോദ്യ ശാസ്ത്രത്തെ ആൾ ചോദിക്കുക, ആൾക്ക് സ്വപ്നം ചോദിക്കും, നമുക്ക് അത് തീരുമാനിക്കുക. ഓരോന്ന് അങ്ങനെ തീരുമാനമാവട്ടെ. സ്വപ്നം ചോദിക്കും. 2 ദിവസം മുമ്പ് പെരിന്തൽമണ്ണയിൽ വന്ന അലവി സഖാഫി ഉസ്താദിന്റെ അടുത്ത് അവിടുന്ന് തന്നെ ചില പ്രവർത്തകർ ചോദിച്ചു. ഉസ്താദ് അത് മറുപടി പറയാൻ സമ്മതിക്കാതെ അത് വിഷയത്തിൽ പെട്ടതല്ല എന്ന് തള്ളിയ ഒരു ചോദ്യമാണ്. ഉസ്താദ് ഇപ്പം നേരത്തെ പറഞ്ഞിരുന്നു, പൊന്മള ഉസ്താദിന്റെ പുസ്തകം ഞങ്ങൾ വായിച്ച് മറുപടി പറയുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടുന്ന് വന്ന ചോദ്യം, സാധാരണക്കാരായ ആളുകൾ റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി സ്വലാത്ത് ചൊല്ലി നിൽക്കുക. ഒറ്റ ചോദ്യം പൂർത്തിയായില്ല, ചോദ്യം പൂർത്തിയാട്ടെ സാർ, ചോദ്യം പൂർത്തിയാട്ടെ. അല്ല നിൽക്കുക, ചോദ്യം പൂർത്തിയായില്ല. അവിടുത്തെ ചോദ്യം ഇവിടുത്തെ ചോദിക്കാണ്, ആ ചോദ്യം ആവർത്തിച്ചൂടെ? നിങ്ങൾ മുഴുവൻ ചോദിക്കണം. ചോദ്യം ഞാൻ അവസാനിപ്പിക്കണില്ല. നിങ്ങൾ അവിടെ വന്ന ചോദ്യം എന്നാ ചോദിക്കണേ, അത് ഇവിടെ ആരും പങ്കെടുത്തിട്ടില്ല, അത് നമ്മൾ വിടുക. ഇവിടെ വന്ന ചോദ്യം ചോദിക്കും, ഇവിടുത്തെ ചോദ്യം ചോദിക്കും. അത് ആ തട്ടിപ്പ് ഇവിടെ നടക്കൂല. ഇവിടെ നിങ്ങൾ പുതിയ ചോദ്യം ചോദിച്ചാണ്. അല്ല അങ്ങനെ തന്നെ അതാണ് ചോദിക്കണേ. എത്ര ചോദിച്ചോളി. ഓക്കെ ഇന്ന് കുരുവട്ടൂരിച്ചത്തിന്റെ ബാക്കി ഞാൻ പറഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്ന വിഷയത്തിൽ സാധാരണക്കാരനായ ഒരാള് റസൂലുള്ളാഹിന്റെ ഔസാഫുകളും ശമായിലുകളൊന്നും പഠിക്കാത്തൊരു സാധാരണക്കാരൻ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടാൽ അത് റസൂലുള്ളയല്ല, പിശാചാകാൻ സാധ്യതയുണ്ട് എന്നൊരു വാദം പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉന്നയിച്ച ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. ആ വിഷയത്തിൽ പണ്ഡിത സഭയ്ക്ക്, ഇതാ ഉസ്താദൊക്കെ പണ്ഡിത സഭയിൽ പെട്ട ആളാണ്, ഉസ്താദിന്റെ അഭിപ്രായം എന്താണ് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതെ, വളരെ കറക്റ്റാണ് ചോദ്യം. ശുക്രൻ, നല്ല ചോദ്യങ്ങൾ ചോദിച്ചത്. അപ്പോൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൻ റആനി ഫിൽ മനാമി ഫഖദ് റആനി, സ്വപ്നത്തിൽ എന്നെ വല്ലവനും കണ്ടാൽ അത് എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്ന ശൈത്വാന ലാ യസ്തതിഉ അൻ യതമസ്സല ബി, പിശാചിന് എൻ്റെ രൂപത്തിൽ രൂപം പ്രാപിച്ചു വരാൻ കഴിയില്ല. ഇത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ ഭാഗ്യം ലഭിച്ചാൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. എന്നാൽ നസീഹത്തുൽ ലബീബ് ഫീ മറാഇൽ ഹബീബ് എന്ന് പറയുന്ന ലോകപ്രസിദ്ധമായ ഒരു ഗ്രന്ഥമുണ്ട്. ഇമാം സുംഹൂദി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥം രചിക്കാനുള്ള കാരണം എന്താണ്? ഇതിൻ്റെ ഒരു സാഹചര്യം, അന്ന് ചില ആളുകൾ പറഞ്ഞു. എന്താ പറഞ്ഞത് അറിയോ? അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറയുന്ന ഒരാളെ, അത് റസൂലല്ല വേറെ ആരുടെയെങ്കിലും രൂപത്തിൽ ഒരാൾ വന്ന്
റസൂലാണ് എന്ന് പറഞ്ഞാൽ അത് നബിയാണ് എന്ന് വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല സുന്നത്ത് ജമാഅത്തിന്റെ ആശയം. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് ഉറപ്പ് കിട്ടുന്നത് ഒന്ന് സ്വഹാബിക്കാണ്, മറ്റൊന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ഫുകൾ പഠിച്ച പണ്ഡിതന്മാർക്കാണ്. ഞാൻ പറയുന്നത് ശരിക്കും മനസ്സിലാക്കണം കേട്ടോ, അപ്പോൾ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ ആ ഉറപ്പ് കിട്ടുന്നത് ഇവർക്ക് രണ്ടുപേർക്കാണ്. എന്നാൽ മറ്റുള്ളവർ കണ്ടാൽ ഒരു പക്ഷേ പിശാച്ച് വന്ന് ഞാൻ നബിയാണെന്ന് കളവ് പറയാൻ സാധ്യതയുണ്ട് എന്നാണ് ഇമാം ഇത് സുമുഹോദ് അടങ്ങിയിരിക്കണം. ഇത് സുമുഹോദ് ഇമാമിന്റെ കിതാബാണ്. സുമുഹോദ് ഇമാം റളിയല്ലാഹു അൻഹു വഹാബിസം പറയുന്നു എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇതാ നോക്കി, സുമുഹോദ് ഇമാമിന്റെ കിതാബാണ് ഞാൻ വായിക്കുന്നത്. ലോക പ്രസിദ്ധ പണ്ഡിതനാണ് സുമുഹോദ് ഇമാം. സുമുഹോദ് ഇമാമിനെ തള്ളുകയാണോ നിങ്ങൾ? ഈ ഇൽം ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നിന്നോട് ഞാൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്, സ്വപ്നത്തിൽ വന്ന് ഒരാള് ഞാൻ നബിയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പരിഗണനയുമില്ല എന്ന് പറഞ്ഞിട്ട് ആ കാലത്ത് വാദിച്ചിരുന്ന ആളുടെ വാദം എന്തായിരുന്നു? നീന്റെ വാദം എന്തായിരുന്നു? പിശാച് വന്നിട്ട് ഞാൻ നബിയാണെന്ന് കളവ് പറയാൻ കഴിയൂല എന്നാണ് നിങ്ങൾ വാദിച്ചത്. അങ്ങനെയല്ല ശരി, പിശാചിന് അങ്ങനെ വന്ന് വാദിക്കാം എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, ഇത് ഇമാം ഖറാഫി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഖറാഫി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് ഉദ്ധരിക്കുകയാണ്. എന്താണ് ഇമാം ഖറാഫി തങ്ങൾ പറയുന്നത്? ഖറാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മളെ വകയിൽ പറയല്ല, ഇത് ഇമാമുകൾ കിതാബിൽ ഉദ്ധരിച്ചത് പറയാണ്. ഇത് വഹാബിസ് എന്ന് വിളിച്ചു പറയണമെങ്കിൽ ആദ്യം ഈ ഇമാമുകൾ വഹാബിയാണെന്ന് ആദ്യം പറ, ജനങ്ങളോടത് പറയും, എന്നാ പിന്നെ നിങ്ങളെ ഫുൾ തീരുമാനമാക്കാൻ കഴിയും. ഖറാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഖറാഫി ഇമാം ഒറ്റക്കല്ല പറഞ്ഞത്, ഖാലൽ ഉലമാഉ, എല്ലാ ഇമാമുകളും പറഞ്ഞതാണ്. രണ്ടാളുകൾക്കാണ് റസൂലുള്ളാഹി തങ്ങളെയാണ് കണ്ടത് എന്ന് ഉറപ്പിക്കാൻ കഴിയുക. റസൂലുള്ളാഹി തങ്ങളെ കൃത്യമായി കണ്ട സ്വഹാബി. രണ്ടാമത്തെ ആൾ റജുലുൻ തകററ അലൈഹി സിഫാത്തുൽ മൻഖൂലതു ഫിൽ കുതുബി ഹത്തൻ തബഅത് ഫീ നഫ്സിഹി സിഫത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സിഫത്ത് നന്നായി അറിയുന്ന ഒരാൾ. ഇനി അവർ രണ്ടുപേരും അല്ലാത്തവർ കണ്ടാലോ? അവർ രണ്ടുപേരും അല്ലാത്തവർ കണ്ടാൽ ഫലാ യഹ്സുലുൽ ജസ്മു, അങ്ങനെ ഒരു ഉറപ്പ് കിട്ടൂല. ബൽ യജൂസു അൻ യകൂന റഅൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു പക്ഷേ അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ടതാകാം. ബിമിസാലിഹി വയഹ്തമിലു അൻ യകൂന മിൻ തഖയ്യിരി ശൈത്താൻ, ഒരു പക്ഷേ അത് പിശാച് വന്നതുമാകാം. ഇതാര് പറഞ്ഞതാണ്? ഖറാഫി ഇമാമിന്റെ വാക്ക് ഉദ്ധരിക്കാണ്. എന്നിട്ട് ഇമാം സുമുഹൂദി തങ്ങൾ പറയാണ്, വഹാദാ ളാഹിറുൻ, ഇത് വളരെ വ്യക്തമാണ്. ലാ മിരിയത ഫീഹി, അതിലൊരു സംശയവുമില്ല. ലിഅന്ന ശൈത്വാന ഇദാ ലം യംനഉ മിൻ ഇദ്ദിആഇ റുബൂബിയ്യ, റബ്ബാണെന്ന് വാദിക്കാൻ വരെ പിശാചിന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ അവൻ വാദിച്ചിട്ടുണ്ടല്ലോ. ഫകൈഫ യുംനഉ അൻ യദ്ദഇ അൻ-നുബുവ്വത, പിന്നെ നബിയാണെന്ന് വാദിക്കുന്നതിൽ അവനക്ക് എന്ത് തടസ്സമുള്ളത് എന്നല്ല. വഖദ് ളഹറ ലി ജമാഅത്തിൻ, ഒരുപാട് ഔലിയാക്കളുടെ പിശാച് വന്നിട്ടുണ്ട്. ഫിൽ യഖള, ഉണർച്ചയിൽ തന്നെ വന്നിട്ടുണ്ട്. ഫളലൻ അനിന്നൗം, എന്നിട്ടല്ലേ ഉറക്ക്. فمن ذلك قصته مع رئيس الأولياء سيدي عبد القادر الجيلاني وهي مشهورة. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിന്റെ സമീപത്ത് വരെ റബ്ബാണെന്ന് ഉണർച്ചയിൽ വന്ന് പിശാച് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഖറാഫി ഇമാം പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ പറയുന്ന ഈ വാദത്തിന്റെ തെളിവ് ഇമാം സുമുഹൂദി തങ്ങളുടെ നസ്വിഹത്തുൽ ലബീബാണ്, ഇമാം ഖറാഫി തങ്ങളുടെ വാക്കാണ്, അങ്ങനെയുള്ള അയിമ്മത്തിന്റെ വാക്കാണ്. ഇനി നിങ്ങൾക്ക് അവിടെ ഒരു വാദമുണ്ട്. എന്താ വാദം? പിശാച് അങ്ങനെ വന്നിട്ട് കളവ് പറയൂല, അങ്ങനെ പറഞ്ഞ ഇമാം ആരാണ്? ആ ഇബാറത്ത് ഇങ്ങോട്ട് വായിക്കും, വേറെ വർത്താനം കേട്ടോ. ആ ഇബാറത്താണ് വായിക്കാൻ, അതിനാണ് മൈക്ക് തരുന്നത്. വേറെ നിങ്ങളെ വക വയലില്ലേ ഇല്ല. അതെ, സോറി അല്ല, നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് നമ്മളെല്ലാവർക്കും തരില്ല അവസരം. അല്ലല്ല, അയാൾ ചോദിച്ചു, ഇനി അയാൾ പറയും പിന്നെ എൻ്റെ ചോദ്യം പൂർത്തിയാക്കാൻ അവസരം കിട്ടിയില്ല എന്ന് പറയും. അല്ല, റെഡ് ഷർട്ട് ചോദിച്ച അയാൾ തന്നെ ബാക്കി ചോദിക്കട്ടെ. നിങ്ങളൊന്ന് ഇരിക്കുങ്ങളെ, മൈക്ക് മറ്റേ ആൾക്ക് കൊടുക്ക്. നിങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ ബഹളം വെക്കല്ലേ.
അയാൾ ചോദിച്ചപ്പോൾ കുടുങ്ങി നിൽക്കുന്ന ചങ്കിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതൊന്നെങ്കിൽ അങ്ങോട്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇപ്പൊ തീരുമാനിക്കാൻ പോവാണ്. ഇങ്ങനെ നിങ്ങളുടെ ഈ വാദം പറഞ്ഞ ഒരൊറ്റ ഇമാമിന്റെ പേര് പറയാമോ? മൈക്ക് കൊടുക്കുക, അയാൾ തന്നെ പറയട്ടെ, എന്നിട്ട് ബാക്കി നിങ്ങൾക്കൊക്കെ പിന്നെ തരുവേ. ഇതിപ്പോ ഇവിടെ തീരുമാനിക്കാൻ പോവാണ്. ഒന്ന് നമ്മൾ തീരുമാനിച്ചു, ഹക്കീക്കയാണോ അല്ലേ പിന്നെ മൊബൈൽ കൊടുക്കും പോലെയാണല്ലോ തീരുമാനാക്കി. ഇനി രണ്ടാമത്തെ തീരുമാനമാക്കാൻ പോകണം. ഇപ്പൊ തീരുമാനാകും. അതല്ലേ രസം. ഈ വിഷയത്തിൽ ഇമാമിങ്ങൾ പറഞ്ഞ ഇബാറത്ത് വെച്ചിട്ട് ഒരു സംവാദത്തിന് തയ്യാറാണോ? ഇതെന്റെ വെല്ലുവിളിയാണ്. ഈ ജനങ്ങളെ മുന്നിൽ നിന്ന് വെല്ലുവിളിയാണ്. അല്ലല്ലല്ല, ഒരു മിനിറ്റ്. ഇനി ഞാൻ പറയാം. ഒറ്റ പോയിന്റ്. ഇവിടെ ഞങ്ങൾ നേരത്തെ ഈ അസീസ് സഖാഫി കാര്യമായി തെളിവുകൾ ഉദ്ധരിച്ചു ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾ 5-8 ആള് 6 അല്ല, നിങ്ങൾ 4 ആൾ, എത്ര 4 ആൾക്ക് 10 കയ്യേരുത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അല്ലേ? ഇതാ തെളിവ്, ഇതാ ബുക്ക്, ഇതാ രേഖതാ എന്ന് പറഞ്ഞ് ബഹളം വെച്ചിരുന്ന പോലെ ഇപ്പൊ എന്തേ പൂച്ചനെ പോലെ എലിയെ പോലെ മാളത്തിൽ പൊളിച്ചെന്തേ? നിങ്ങൾ ഇവിടെ തെളിയിക്കണം. നിങ്ങൾ സംവാദം മറ്റതൊക്കെ നമുക്ക് പിന്നാക്കാം. ഇവിടെ നിന്ന് നിങ്ങളെ കയ്യിൽ രേഖ ഉണ്ട് എന്നല്ല നിങ്ങൾ പറഞ്ഞത്. ആ രേഖ കൊണ്ടുവരൂ. ഹാത്തി ബുർഹാനക ഇൻ കുൻത മിന സ്വാദിഖീൻ. നടക്കൂല. ഞങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ തീരുമാനം മഹാനായ ഇമാം ബഹുമാനപ്പെട്ട അല്ലാമ അബ്ദുല്ലാഹി സുംഹൂദി തങ്ങളുടെ, ഇമാം സുംഹൂദിയുടെ കിതാബ് നസീഹത്തുൽ ലബീബ് ഫി മറാഇൽ ഹബീബ് എന്ന കിതാബിൽ നിന്ന് ഉദ്ധരിച്ചു. ഷെയ്ഖുൽ ആലിമുൽ ആമിൽ ഷെയ്ഖുൽ ഇസ്ലാം വ ബറകത്തുൽ അനാം നൂറുദ്ദീൻ നബി മുഹമ്മദ് അൽ ഹസൻ അലി ഇബ്നു ഷെയ്ഖുൽ ഇമാമിൽ അല്ലാമ ജമാലുദ്ദീൻ അബ്ദുല്ലാഹി സുംഹൂദി ശാഫിഈ അൽ മിസ്രി മഹാനവറുകളുടെ കിതാബ് എന്നാ ഉദ്ധരിച്ചത്. കിതാബ് വായിച്ചിട്ടാ പറഞ്ഞത്. അങ്ങനെ ഒരാൾ വന്ന് ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ, റസൂലുള്ളാന്റെ രൂപത്തിലല്ല, ഏതെങ്കിലും ഒരാൾ വന്ന് ഞാൻ റസൂലാണ്, ഏതെങ്കിലും ഒരാ രൂപത്തിൽ പിശാച് വന്ന് ഞാൻ റസൂലാണ് എന്ന് പറയുന്ന ഇമാമികൾ പറയുന്നത് അത് വഹാബി വാദാന്ന് ഞങ്ങൾ പറഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങളെ വാദം അങ്ങനെയാണ്. ഞങ്ങളെ വാദം എന്തും വാദിക്കാൻ ഞങ്ങൾക്ക് അർഹതയുണ്ട്. ഒരൊറ്റ ഇമാമിന്റെ ഉദ്ധരണി ഒന്ന് പറയൂ. അങ്ങനെ ഉണ്ടാകൂല, അത് വഹാബീസമാണ്, അത് റസൂലുള്ളാനെ കൊച്ചാക്കലാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഒരു ഇബാറത്തൊന്ന് വായിക്കി. ഒറ്റ ഇബാറത്ത് സംവാദമൊക്കെ നമുക്ക് എന്ത് കഴിഞ്ഞിട്ടാക്കി? നിങ്ങൾക്ക് എന്താ ഇപ്പൊ തന്നെ പേടി? ഞാൻ സംവാദം തന്നെ ഞങ്ങൾക്ക് എന്ത് പേടിയാന്നല്ലേ? ഞങ്ങളെ പഠിച്ചോ സംവാദത്തിനായിട്ട് പഠിച്ചതാ. അതൊക്കെ അവിടെ വെച്ചടി. അതൊക്കെ ഈ വലിപ്പമുള്ള വേറെ ആളോട് പറയേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾ? ഞങ്ങളായിട്ട് സംവാദം നടത്താൻ പറ്റിയ ഒരാള് എങ്ങനെ ശിബഹിത വായിക്കേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരാ സംവാദം. ഒന്ന് പോയി ചങ്ങായിമാരെ. അതൊക്കെ നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾ പറയൂ, ഏത് ഇമാമാണ് ഇതിനെതിരിൽ ഈ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞ ഇമാമിന്റെ പേരൊന്ന് വായിക്കൂ. മൈക്ക് കൊടുക്ക്. റെഡ് ഷർട്ടിന് മൈക്ക് കൊടുക്ക്. അയാളത് കഴിഞ്ഞിട്ടേ ഇനി വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. റെഡിയാണ് കാര്യം. പറഞ്ഞോളി. അല്ല, ശബഹ് വായിക്കുന്ന ഒരു തെറ്റ് പറ്റിയ വലിയ വിഷയമൊന്നല്ല. നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതൊക്കെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങൾ അല്ലല്ല അങ്ങനെ വായിക്കുന്ന ആളെ ആലിമുല്ലമായി ചമയുമ്പോൾ ഞങ്ങൾക്ക് ഓക്കാരം വരുന്നത്. സഹീഹുൽ ബുഖാരി ഉദ്ധരിച്ച ഹദീസ്, സഹീഹുൽ ബുഖാരിക്ക് ശർഹ് എഴുതിയ ഇമാം കൗറാനി റളിയല്ലാഹു അൻഹു, അഹ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയുന്ന ഇമാം കൗറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ അൽ കൗസറുൽ ജാരി എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു. വലാ യഖ്ദറു അന്നഹു ശറഫഹുല്ലാഹു ബി അല്ലാ യതമസ്സല ശൈത്വാനു ഫീ സൂറത്തിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രൂപത്തിൽ പിശാചിന് രൂപാന്തരപ്പെടാൻ കഴിയില്ല. പിന്നെ പറയുന്നു വലാ യഖ്ദിറു അൻ യഖൂല, പിശാചിന് പറയാനും കഴിയുകയില്ല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ അയ്യി സൂറത്തിൻ കാന. ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു രൂപത്തിൽ പിടിക്കല്ലേ, മൈക്ക് പിടിക്കണം നിങ്ങള്. അല്ലല്ല, മൈക്ക് പിടിക്കല്ലേ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ പറയാ ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ നടത്തിക്കോളി. ഞാൻ കഴിഞ്ഞിട്ട് അല്ലല്ലല്ല ഞാൻ അവസരം അതിന്റെ ദമീർ തിരിക്കലോടുകൂടെ നിങ്ങളെ പറ്റിച്ചതിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നിങ്ങളെ ദമീർ വെച്ച് പറ്റിച്ചു കൊണ്ടുവന്നതാണ്. നിങ്ങൾ നിങ്ങൾ വഞ്ചനയിൽ പെട്ടുപോയി. നിങ്ങൾ വലാ യഖ്ദിറു അർത്ഥം വെക്കേ. വലാ യഖ്ദിറു ഞാൻ പറയുന്ന അർത്ഥം വെക്കേ. അൽ കൗസറുൽ ജാരിയുടെ ഈ വാർത്ത ഇവിടെ ഉണ്ട്. വലാ യഖ്ദിറു അർത്ഥം വെക്കേ. മൈക്ക് കൊടുക്ക്.
ലിഅന്ന ശൈത്വാന അർത്ഥം വെക്ക്. ഷെയ്ത്താൻ തീർച്ചയായും ഷെയ്ത്താൻ ലാ യഖ്ദിറു ലാ യഖ്ദിറു അവൻ കഴിയുകയില്ല അൻ യതമസ്സല അയ്യതമസ്സല രൂപം പ്രാപിക്കാൻ ബിസൂറത്തിഹി ബിസൂറത്തിഹി റസൂലുള്ളാഹിന്റെ രൂപത്തിൽ രൂപം പ്രാപിക്കാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല അതിന്റെ ഉടനെ പറയുകയാണ് റസൂലുള്ളാഹി വലാ യഖ്ദിറു അൻ യഖൂല പറയാനും സാധിക്കുകയില്ല അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ റസൂലുള്ളാഹിയാണ് ഫി അയ്യി സൂറത്തിൻ കാന കഴിഞ്ഞു ഇവിടെ വാദം കഴിഞ്ഞു. എന്താണ് ഞാൻ വായിക്കട്ടെ മൗലവി, അത് നിങ്ങളെ പറ്റിച്ചതിന്റെ ആളെ എവിടെ? നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങൾ സ്വസ്ഥമായി ഒന്ന് കേൾക്കി, ഞാൻ പറഞ്ഞിട്ട് കേൾക്കി. നിങ്ങൾ എവിടെയാ പറ്റിച്ചെന്നറിയോ? വലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ സൂറത്തിൽ തമസ്സുലാകാൻ പിശാചിന് കഴിയൂല. ഇതന്നെയല്ലേ നമ്മൾ പറയേണ്ടത്? നമ്മൾ പറയുന്നത് അതാണോ? വേറെ ഒരാളൊരു കേൾക്ക് സുഹൃത്തെ, നിങ്ങൾ പറയട്ടെ പറയട്ടടോ ഇതേ കൗസറുൽ ജാരിന്റെ ഇബാറത്താണ് വായിക്കുന്നത്. അന്നഹു ശറഫഹു അല്ലാഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു തആല മഹത്വവൽക്കരിച്ചിരിക്കുന്നു. ബി അല്ലാ യതമസ്സല ശൈത്വാനു ഫീ സൂറത്തിഹി റസൂലുള്ളാഹിന്റെ സൂറത്തിൽ പിശാചിന് വരാൻ കഴിയൂല, ഒരാൾക്കും തർക്കല്ല. വലാ യഖ്ദിറു പിശാചിന് കഴിയൂല. അതേ അത്ഫാണ് മൗലവി, അത് അത്ഫാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ സൂറത്തിൽ വരിക, എന്നിട്ട് വലാ യഖ്ദിറു അവന് പറയാൻ കഴിയൂല. ഇതന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഇതിനെതിരെ ആര് പറഞ്ഞു? വലാ യഖ്ദിറു അൻ യഖൂല അന റസൂലുള്ളാഹ് ഞാൻ റസൂലാണ് എന്ന് പറയാൻ പിശാചിന് കഴിയൂല. ഫീ അയ്യി സൂറത്തിൻ കാന അതെ അതിന്റെ അർത്ഥം എന്താണ് മൗലവി? അതിന്റെ അർത്ഥം എന്താണ്? അതെ അയ്യി സൂറത്തിൻ കാന അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തുള്ള മുഴുവൻ വസ്തുക്കൾ ഉണ്ടാകട്ടെ, അതല്ല ചില വസ്തുക്കളോടെയാകട്ടെ, ആ അർത്ഥത്തിൽ റസൂലുള്ളാഹി തങ്ങളെ അവിടുത്തെ വഫാത്തിന്റെ സമയത്തുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളോടുകൂടെ കണ്ടാലും റസൂലുള്ളാഹിന്റെ ചില വസ്തുക്കളില്ലാതെ കണ്ടാലും ഏത് രൂപത്തിലാണെങ്കിലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സിഫത്തിലും വരാൻ ശൈത്വാന് കഴിയൂല. ഇതെന്നാണ് കൗസറുൽ ജാരിയിൽ പറഞ്ഞത്. നമ്മൾ ചോദിച്ചത് അതല്ല. റസൂലുള്ളാഹിന്റെ ഒറ്റ സിഫത്തില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒറ്റ സിഫത്തില്ല. ഒരു സിഫത്തുമില്ലാതെ വേറെ ഒരാളെ രൂപത്തിൽ വന്നിട്ട് ഞാൻ റസൂലാണെന്ന് കളവ് പറയാൻ പിശാചിന് കഴിയും എന്ന് എവിടെയാണുള്ളത്? ഇതാ നമ്മളെ ചോദ്യം. അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞായി എന്നാ പറയല്. ഇതാണ് നിങ്ങളെ പറ്റിച്ചത്, അവിടെയാണ് നിങ്ങളെ പറ്റിച്ചത്. അതുകൊണ്ട് മൗലവിമാരെ ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു ഇബാറത്തിൽ അതിനെതിരില്ല. ഇനി മൈക്ക് കൊടുക്കും. ഓ തക്ബീറല്ലേ നിങ്ങൾ നേരത്തെ ഇബാറത്ത് വായിക്കണം. ഓക്കെ, ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹിന്റെ വസ്ഫിനെ പറ്റിയാണോ സൂറത്തിനെ പറ്റിയാണോ? ഫീ അയ്യി സൂറത്തിൻ കാന എന്ന് പറഞ്ഞാൽ റസൂൽ ഏത് രൂപത്തിൽ വന്നാലും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വലിയന്റെ രൂപത്തിൽ വന്നാലും, ഇനി ഒരു മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും, ഒരു മലക്കിന്റെ രൂപത്തിൽ വന്നാലും, ഏത് രൂപത്തിൽ വന്നിട്ടും ശൈത്വാന് അന റസൂലുള്ള എന്ന് പറയാൻ കഴിയുകയില്ല എന്നാണ് കൗസറുൽ ജാരിയിൽ മഹാൻ രേഖപ്പെടുത്തുന്നത്. നിങ്ങൾ പറഞ്ഞത് ഈ വാർത്ത കോട്ടി മാറ്റിയതാണ്, ഞങ്ങൾ അനുവദിക്കൂല. അതിനാണ് സംവാദത്തിന് വെല്ലുവിളിച്ച ആദ്യം തന്നെ നിങ്ങൾ നേരിട്ട് വരി. അതാണ് നിങ്ങളെ ആ മൗലവി പറഞ്ഞു പറ്റിച്ചത്. കാരണം അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയാണിത്. ഈ ചർച്ച പറയാൻ വേണ്ടി മാത്രം എഴുതിയ കിതാബാണ് ഈ നസീഹത്തുൽ ലബീബ്. ഈ നസീഹത്തുൽ ലബീബില് റസൂലുള്ളാഹി തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് പണ്ഡിത ലോകത്തെ രണ്ടഭിപ്രായമാണുള്ളത്. ഒന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെങ്കിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാ സിഫത്തുകളും വേണമെന്ന് ഒരു പറ്റം പണ്ഡിതന്മാർ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു സിരീൻ തങ്ങളും ഇബ്നു അബ്ബാസ് തങ്ങളൊക്കെ ആ അഭിപ്രായക്കാരനാണ്. എന്നാൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു അടക്കമുള്ള വേറൊരു പറ്റം പണ്ഡിതന്മാർ പറഞ്ഞു റസൂലുള്ളാഹിന്റെ ചില സിഫത്തുകൾ ഇല്ലെങ്കിൽ പോലും, ഉദാഹരണം പറയാം, റസൂലുള്ളാഹിനെ ഒരു കൈയില്ലാതെ കണ്ടു ഒരാൾ, അത് റസൂലുള്ളാഹിന്റെ സിഫത്തല്ലല്ലോ. വേറൊരു കയ്യിൽ റസൂലുള്ളാഹിനെ മുഴുവൻ താടിയും നിറച്ചതായിട്ട് കണ്ടു, അത് റസൂലുള്ളാഹിന്റെ സിഫത്തല്ലല്ലോ. അപ്പോൾ അങ്ങനെ ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടു, അല്ലെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ അവിടെ നിന്ന് നമ്മൾ പഠിച്ച കളറിലല്ലാതെ വേറൊരു കളറിൽ കണ്ടു. അങ്ങനെ റസൂലുള്ളാഹിന്റെ ചില വസ്തുക്കൾ ഇല്ലാതെ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് കൗസറുൽ ജാരിയിലെ 49-ാമത്തെ പേജ് മുതൽ ആ ചർച്ചയാണ്. ആ ചർച്ച വന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ഷർഹ് മുസ്ലിമില് ഇമാം നബവി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതിന്റെ ഒക്കെ അർത്ഥം ഇതാണ്, ഈ ചർച്ചയാണ്. അല്ലാത്ത ഒരു ചർച്ച ഇമാം പണ്ഡിത ലോകത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടേ ഇല്ല. നമ്മളുടെ തർക്കം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു സിഫത്തും ഇല്ല,
മുഴുവനില്ല, ബാദുമില്ല, ഒറ്റ സിഫത്തും ഇല്ലാതെ എൻ്റെ രൂപത്തിൽ, ഉദാഹരണം പറയാം, ഈ ചുവപ്പ് ഷർട്ടിട്ട ആളടുത്തേക്ക് ഉറക്കിൽ എൻ്റെ രൂപത്തിൽ ശൈത്വാന് വരിക, എന്നിട്ട് അന റസൂലുള്ള എന്ന് പറയാം. അങ്ങനെ പിശാച് വന്ന് പറഞ്ഞു പറ്റിക്കും എന്നാണ് ഇമാമുകൾ പറഞ്ഞത്. അതിൻ്റെ ഉദ്ധരണിയാണ് ഞാൻ വായിച്ചത്. പക്ഷേ നിങ്ങളെ നോട്ട് തന്ന് വിട്ടപ്പോ അങ്ങനത്തെ ഒരു ഇബാറത്ത് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ആ ഇബാറത്ത് തന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ല. ലോകത്ത് ഒരു ഇമാമും അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്ന വാദം ഒരു ഇമാമും പറഞ്ഞിട്ടില്ല. ഉണ്ടെങ്കിൽ വായിക്കാൻ നമ്മൾ പറഞ്ഞപ്പോൾ നിങ്ങൾ കൗസറുൽ ജാരിയിൽ അടക്കം റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാ സിഫത്തിലും കാണണമോ വേണ്ടേ എന്ന ചർച്ച മാത്രമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. നിങ്ങളെ ഒരു അവസരം തരുന്നതിന് എന്താ കുഴപ്പോ? ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ ഉസ്താദേ ഒറ്റ മിനിറ്റ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണ്ടും ചാടല്ലേ. നിങ്ങള് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുഖാമുഖത്തിൽ വന്നിരുന്നു. ആ പ്രവർത്തകനെ സ്റ്റേജിൽ വരെ കയറ്റി ഇരുത്തി കൊടുത്ത സഹിഷ്ണുത കാണിച്ചാലാണ് ഞങ്ങള്. നിങ്ങൾ വീഡിയോ എടുത്തു നോക്കി പൂനൂർ പരിപാടിയിൽ അല്ലേ ചോദ്യം ഇവിടെ സ്റ്റേജുമൊക്കെ കയറ്റി സഹിഷ്ണുത കാണിച്ചതാണ്. അരമണിക്കൂർ പെരിന്തൽമണ്ണ നിങ്ങൾ വന്ന കൂട്ടത്തിനെയും ഞങ്ങൾ സ്റ്റേജുമൊക്കെ കയറ്റിയിട്ട് നന്നായി പഠിപ്പിച്ചു വിട്ടത് തന്നെയാണ്. അപ്പോൾ അത് സ്റ്റേജുമൊക്കെ കയറ്റി ഞങ്ങളും കയറ്റിയിട്ടുണ്ട്. അത് വലിയ സഹിഷ്ണുതയായിട്ട് പറയണ്ട. ആ ആൾക്ക് നിങ്ങൾ കൊടുത്ത സഹിഷ്ണുത ഞങ്ങൾ കണ്ടതുമാണ്. 1 മിനിറ്റ് 1/2 സെക്കൻഡ്. ഇതാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ച സഹിഷ്ണുത അറിയണത്. അത് വലിയ സംഗതിയായിട്ട് പറയുന്നു വേണ്ട. ഇവിടെ അസീസ് സഖാഫി പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്, നമുക്ക് നിയമപാലകർ അനുവദിച്ച സമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് മുഖാമുഖങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കൊരു ബേജാറുള്ള വിഷയമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ കൃത്യമായി പറഞ്ഞതാണ്, പിശാജ് വന്നിട്ട് അന റസൂലുള്ളാ എന്ന് പറയും എന്ന് ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അങ്ങനെ പറഞ്ഞാൽ അത് വഹാബിസമാണെന്ന് പറഞ്ഞാൽ ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി വഹാബിയാണെന്ന് പറയേണ്ടി വരും. ഇതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. പിന്നെ ഫതുഹുൽ ബാരിയുടെയും മറ്റ് ഇബാറത്തുകളൊക്കെ നിങ്ങൾ പറയാറുണ്ട്. ഇപ്പൊ ഒരു ഇബാറത്ത് നിങ്ങൾ കൊണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകൾ പരസ്പരം സംയോജിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യുക. ദുർവ്യാഖ്യാനിക്കുക എന്നത് ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള വലിയ ഔലിയാക്കളെ തള്ളാൻ സുന്നികൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏതെങ്കിലും ഒരു രൂപത്തിൽ പിശാചിന് പ്രത്യക്ഷപ്പെടാനോ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് അന റസൂലുള്ളാഹി എന്ന് പറയാനോ പിശാചിന് കഴിയില്ല എന്നാണ് മഹാന്മാർ ആ ഇബാറത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിശാച് വന്നിട്ട് അന റസൂലുള്ളാഹി എന്ന് പറയും. അത് പറയുമെന്ന് മഹാനായ ഇമാം സുംഹൂദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അപ്പോൾ ഒരു പിശാച് വന്നിട്ട് കുരുവട്ടൂർ ഞാൻ റസൂലാണ് എന്ന് പറയാ, കുരുവട്ടൂർ വലിയ ഔലിയാണെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കണമെന്ന നിങ്ങളെ വിദണ്ഡ വാദത്തിന് പുതിയ അടിസ്ഥാനം ഉണ്ടാക്കലാണ്. അത് അറബിക്കടലിലേക്ക് വലിച്ചെറിയണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് സമയം വളരെ അതിക്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ചോദിക്കാൻ അവസരം കിട്ടിയിട്ടില്ല എന്ന് പുട്ടിന് തേങ്ങ പോലെ ഇങ്ങനെ പറയണ്ടേ, കാരണം അത് ക്ലിപ്പാക്കിയിട്ട് വിടാനാണ്. നിങ്ങൾക്ക് ഈ മുഖാമുഖം മുഴുവൻ നിങ്ങൾക്ക് അപ്പോൾ സമയം തന്നത്. ഇവിടെ വഹാബിസത്തിന്റെ നെറുകേടുകളെ സമൂഹത്തിന് പഠിപ്പിക്കാൻ വേണ്ടി സംവിധാനിച്ച ഈ ഒരു മുഖാമുഖത്തെ അവരുടെ നെറുകേടുകളെ സമൂഹത്തിന് കേൾപ്പിക്കരുത് എന്ന ഒരു വാശി നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞാൽ അത് തെറ്റായി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ചാരം വാങ്ങിയിട്ടുണ്ടോ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് മുഖാമുഖങ്ങൾ ഇനിയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങളെ ഇവിടെ പറഞ്ഞ ഓരോ വിഷയം, ഇവിടെ പറഞ്ഞ 2 വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത്. ആ 2 വിഷയവും ഇവിടെ വളരെ സമയം നമ്മൾ പറയാം. ഇവിടെ പറഞ്ഞ 2 വിഷയങ്ങളും വളരെ കൃത്യമായി എന്തായിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്.